13,000 സ്റ്റാർട്ടപ്പ്സെ ഇന്ന് സസ്റ്റെയിൻ ചെയ്യുന്നു. കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. 90% സ്റ്റാർട്ടപ്പ്സും ഫെയിൽ ചെയ്യാണ്. ഒരു കൂട്ടം EMIs ആയിട്ട് ആൻഡ്രൂ ടേറ്റിന്റെ അതെ ഇന്ത്യൻ വാറൻ ബഫറ്റ് എന്നാണ് പുള്ളി അറിയുന്നത്. എനിക്ക് തോന്നുന്നു വാഴയിൽ ഈ സാധനം പറയുന്നത്. ഒരു പണിയും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 63 വയസ്സിലാണ് പുള്ളി മരണപ്പെടുന്നത്. ഇപ്പൊ ആ വീട് പണയം വെച്ച് നീ ഗൾഫ് പോകാൻ പോകണോ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം. പ്രൈവറ്റ് ജെറ്റ് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതിന് ലോകത്തിലെ ഏറ്റവും മോശമായൊരു സാധനമാണ് 5 ഇട്ടാ 10 കിട്ടുന്ന ഒരു സ്കീം ഇല്ല. ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ടീച്ചേഴ്സിനൊന്നും കുറ്റം പറയാം. ആർക്കും പറ്റാത്ത ഒരു സാധനമാണ് സെയിൽസ് എന്നാണ് പിക്ചർ ചെയ്തത്. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിന്റെ ഒരുമിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളുടെ ഒരു സെക്കൻഡ് എപ്പിസോഡിലോട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ഇസ്മി, സഫാൻ, ആശിഷ് ഉണ്ട് ഒരുമിച്ചിട്ട്. നമ്മള് പേര് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല അല്ലെ? കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ പേരിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ലൈക്ക് നിങ്ങളെല്ലാവരും ചാനലിന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് കോൾഡ് ട്രൈ ദ തേർഡ് പെർസ്പെക്റ്റീവ്. അതായത് നമ്മുടെ ഫ്രണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കിളിബ്രോവ് ആണ് നമുക്ക് പേരിലേക്ക് എത്തിച്ചത് ആള്. ഇറ്റ്സ് ലൈക്ക് ഞങ്ങളുടേതായ ഒരു പെർസ്പെക്റ്റീവ് ഈ പോഡ്കാസ്റ്റിലൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പെർസ്പെക്റ്റീവ് ഓർ ലൈക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് എന്നുള്ള ഒരു രീതിയിലാണ് തേർഡ് ഐ എന്നുള്ള ഒരു പേരിനെ ട്രൈ എന്ന് നമ്മുടെ കിളിബ്രോ മാറ്റിയത്. ആൻഡ് ഇറ്റ്സ് us guys. ആൻഡ് ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കണം? ഇന്ന് നമ്മൾ സംസാരിക്കണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ്സ് സംസാരിച്ചു, റിലേഷൻഷിപ്പ്, സെയിൽസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ആ ഒരു പേര് കണ്ടുപിടിച്ചതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പേരിലേക്കുള്ള ഒരു സെർച്ചിലേക്ക് നമ്മൾ പോകുന്നത്. ബിക്കോസ് നമ്മൾ അതിൽ പറഞ്ഞത് പോലെ തന്നെ വളരെ നാച്ചുറലി ഒരു ഹാഫ് ആൻ അവറിലാണ് നമ്മളൊരു പോഡ്കാസ്റ്റിലേക്ക് പ്ലാൻ പോകുന്നതും അങ്ങനെ അത് പ്രോപ്പർ ഒരു എപ്പിസോഡ് ആവുന്നതും തൊട്ടടുത്ത ദിവസത്തിൽ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് സെയിൽസിൽ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് സെയിൽസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന്. അതേപോലെ തന്നെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് ഈ പോഡ്കാസ്റ്റ്. ഇപ്പം ഇത് കൺസിസ്റ്റന്റ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞതിൽ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഇൻ റൈറ്റ് ഏരിയാസ്. ഐ തിങ്ക് നീ പറഞ്ഞതുപോലെ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ അതായിരിക്കണം സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് സംസാരിച്ച് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന രീതിയിൽ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും നോക്കുന്നൊരു കാര്യം നമ്മുടെ ഹെൽത്തിലോട്ടും നമ്മുടെ വെൽത്തിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരുപാട് വെൽത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഹെൽത്ത് കാര്യമില്ലല്ലോ. ഓക്കെ, അതിന്റെ ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ ജുൻജുൻവാലിന്റെ കഥ അറിയാം. ഓക്കെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു മൊണോപ്പൊളി സൃഷ്ടിച്ച ഒരാളായിരുന്നു ജുൻജുൻവാല. എനിക്ക് തോന്നുന്നു ജുൻജുൻവാലയെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ വാറൻ ബഫറ്റ് എന്നാണ്. അതെ, ഇന്ത്യൻ വാറൻ ബഫറ്റ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി മരണപ്പെടുന്ന പുള്ളിയുടെ ഒരു 63 വയസ്സിലാണ് പുള്ളി മരണപ്പെടുന്നത്. അപ്പം പുള്ളി മരണപ്പെടുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിന്റെ ഒരുമിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ലൈക്ക് ഒരു കിഡ്നിക്ക് എന്തോ ഇഷ്യൂ ആയിട്ടാണ് പുള്ളി മരണപ്പെടുന്നത്. അറൗണ്ട് 2 years ബാക്ക് ആണ്. ഞാൻ ആ ന്യൂസ് ഒക്കെ കണ്ട സമയത്ത് അയ്യോ അവര് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. ഇൻസ്പയറിംഗ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബിക്കോസ് എന്റെ ഓർമ്മയിൽ ഞാൻ ഒരു തവണ എന്തോ അത് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒരു 10,000 rupees അല്ലെങ്കിൽ 6,000 rupees എന്തോ 5,000 സ്റ്റാർട്ട് ചെയ്തത്. അച്ഛൻ എന്തോ സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ട് എന്തോ പോയി അങ്ങനെ എന്തോ ആണ് തുടങ്ങിയത്. 25,000 കോടിയാണ്. 25,000 കോടിയാണ്. എത്ര വർഷം മുന്നെയാണ്? എനിക്ക് തോന്നുന്നു 90കളിൽ 25,000 കോടി എന്ന് പറയുമ്പോൾ ഇന്ന് എത്രത്തോളം ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതായത് പൈസ ഉണ്ടാക്കുന്നതിന്റെ പുറത്ത് ഹെൽത്ത് ഇല്ല. കാരണം ആൾക്കാർ നോക്കാത്തൊരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് എന്നുള്ളത്. ഹെൽത്തിനോട്ട് വരുന്ന സമയത്ത് ലൈക്ക് നമ്മൾ അത്ര കൺസിഡർ ചെയ്യുന്നില്ല നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അത് എഫേർട്ട് എടുക്കുന്നില്ല ഒരു ഫാക്ട് ആട്ടോ. ബിക്കോസ് ഞാൻ കണ്ടത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിൽ തന്നെ വലിയൊരു മെജോറിറ്റി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ബിക്കോസ് ഏതൊരു വ്യക്തിയെടുത്ത് ഞാൻ ഇപ്പം റാൻഡംലി ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് സേവിങ്സ് പരിപാടികൾ കാര്യങ്ങളുണ്ടോ, ഇൻവെസ്റ്റ്മെന്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കുമ്പോൾ കുറച്ച് കുറിയുണ്ട്, ചിട്ടിയുണ്ട്, ഇതൊക്കെയാണ് കോമൺലി കേൾക്കാറ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ ഈ പറയുന്ന സേവിങ്സ്, ഇത്രയും നാളത്തെ ജേർണി മൊത്തത്തിൽ സ്റ്റോപ്പായി ലയബിലിറ്റീസിലേക്ക് ആൾക്കാർ പോവാണല്ലേ. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു കേട്ടോ, ഇത്രയും നാൾ എൻ്റെ അറിവിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻഷുറൻസസിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ബിക്കോസ് വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പലരോടും സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ സാധനമാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഇൻഷുറൻസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇല്ലീഗൽ. അപ്പോൾ ചില സ്റ്റേറ്റ്സിൽ US അത് ചില വെബ് സീരീസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇൻഷുറൻസ് ഇല്ലാതിരിക്കരുത് അവിടെ നിർബന്ധമായിട്ടും ഇൻഷുറൻസ് വേണം. അപ്പം ഞാൻ സംസാരിക്കുന്ന പലരോട് ചോദിച്ചാലും ഇല്ല, ഇൻഷുറൻസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. പക്ഷേ ദ ഫൺ ഫാക്ട് ഈസ് ഇന്ത്യയിൽ US ഞാൻ നേരത്തെ പറഞ്ഞ US അടക്കം 91% ആൾക്കാർക്ക് ഇൻഷുറൻസ് ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ 98.4% ആൾക്കാരും ഇൻഷുറൻസ് കവേർഡ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മളത് അറിയാനിട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ പോഡ്കാസ്റ്റ് കാണാൻ പോകുന്ന ഒരാൾക്കും ചിലപ്പോൾ 99% ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടല്ലോ. മേ ബി അറിയാൻ നമ്മളെ പേരിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് എന്നുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എക്സാക്ട്ലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എനിക്കതൊരു പുതിയ നോളജ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം ലൈക്ക് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യമില്ല, അതും ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയിൽ എന്തുകൊണ്ട് ഇതില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ വെറുതെ ഒന്ന് റിസർച്ച് ചെയ്തപ്പോഴാണ് ഇത് കാണുന്നത്. US പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് GDP ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കൺട്രിയിൽ പോലും 91% ആൾക്കാർക്ക് ഇൻഷുറൻസ് കവറേജ് ഉള്ളൂ. UK 100% ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ 98.4% ആൾക്കാരും നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്ലാൻ, എനിക്ക് തോന്നുന്നു ആയുഷ്മാൻ എന്തോ ഒരു പ്ലാനിൽ എല്ലാവരും ഒരു 5 lakh rupees ഇൻഷുറൻസ് കവേർഡ് ആണ്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് എമൗണ്ട്, ബട്ട് നമ്മളെല്ലാവരും ഇൻഷുറൻസ് കവേർഡ് ആണ്. ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല. യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും പലർക്കും അറിയില്ല. ഒരു പരിധി വരെയുള്ള ആൾക്കാർക്ക് അറിയുമായിരിക്കാം, പക്ഷെ ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ അവയർനെസ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം എന്റെ പേരിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ സേവിങ്സ് എടുത്ത് കൊടുക്കുക. ഓൾറെഡി ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തി ആ ഇൻഷുറൻസ് യൂസ് ചെയ്താൽ മതി. അയാൾ എന്തിനാണ് വീണ്ടും ആളുടെ കയ്യിൽ ഇത്രയും നാൾ ഏൺ ചെയ്ത എമൗണ്ട് എടുത്ത് കൊടുക്കുന്നത്? ഇൻഷുറൻസസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നാറില്ല. ബിക്കോസ് ലൈക്ക് പലരും ഹോസ്പിറ്റലിൽ പോയി ഡയറക്റ്റ് അഡ്മിറ്റ് ആയി അതിന് ശേഷമൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട. എനിക്ക് തോന്നുന്നു ഹെൽത്തിൻ്റെ കാര്യത്തിൽ ആൾക്കാർ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത് വർക്കൗട്ട് ചെയ്യുക, അതായത് ജിമ്മിൽ പോവുക, അതായത് ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ അടുത്ത് കൊടുക്കുന്നത് ഹെൽത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ വളരെ ലൈക്ക് റിച്ച് ആയിട്ടുള്ള, ഈ പറയുന്നത് പോലെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡ് ബ്രാൻഡ്സ് പരിപാടികൾ, അതിൻ്റെ ഈ പറയുന്ന പോലെ ഹെൽത്തി, ഈ പറയുന്ന പോലെ നോ ഷുഗർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ന്യൂട്രീഷ്യൻസ് പ്ലാൻ ചെയ്ത് നമ്മൾ ഹോംലി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് കാര്യങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ കുറച്ചും കൂടെ വർക്കൗട്ട്സ് ചെയ്യണ്ടെന്നല്ല, ഫിസിക്കലി നമ്മൾ ലൈക്ക് ഫിറ്റ് ആയിരിക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സ് നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പം പ്രോപ്പർലി ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് എന്തായാലും ട്രെയിനർ കാര്യങ്ങൾ വേണം, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ അതിനൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ഇപ്പുറത്ത് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളെ ഒരു റോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കാണുന്നത്. ഇത് ഫൺ ഫാക്ട് ഈസ്, എൻ്റെ ഫാദർ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പപ്പ ലൈക്ക് 2 or 3 years ബാക്ക് ഞാൻ ഫസ്റ്റ് ഇൻഷുറൻസിനെ കുറിച്ച് അവെയർ ആയിട്ട് ഞാൻ പാരൻസിൻ്റെ പേരിലൊരു ഇൻഷുറൻസ് എടുത്ത. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് പപ്പ എന്നോട് ചോദിച്ചൊരു സാധനം, നിനക്ക് ഈ പറയുന്ന പോലെ മാസം വെറുതെ അവിടെ കൊടുക്കുന്നത് അത് എനിക്ക് നീ അയച്ചാൽ മതി, വെറുതെ എന്തിനാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ചോദിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് നാൾ മുന്നേ ആൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കംപ്ലീറ്റ്ലി കവർ ആയത് ഈ പറയുന്ന ഇൻഷുറൻസ് കൊണ്ടാണ്. ബിക്കോസ് ഒരു 2 year ബിഫോർ ഞാൻ എടുത്തൊരു ഡിസിഷൻ്റെ പുറത്താണ് ഈ പറയുന്നത് പോലെ എനിക്ക് അത്രത്തോളം കൂളായിട്ട്, എനിക്കും ഫാമിലിക്കും അത്രത്തോളം കൂളായി ഞങ്ങളുടെ ഫൈനാൻസിനെ ബാധിക്കാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. നൗ മൈ ഡാഡ് ഈസ് ഓൾ റൈറ്റ്, എല്ലാം അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആൻഡ് ഈ പറയുന്നത് പോലെ എല്ലാവരുടെ ലൈഫിലും ഞാൻ സംസാരിക്കുന്നതിൽ ഒരുപാട് കഴിഞ്ഞ ദിവസം കൂടെ ലൈക്ക് ഒരു കുട്ടി എന്നോട് സംസാരിച്ച കാര്യമാണ്. ആളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് 3 സർജറി കഴിഞ്ഞു. പക്ഷേ ആസ് എ മിഡിൽ ക്ലാസ് ബോയ് ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ആൾക്കാർ റൈറ്റ് ഏരിയാസിൽ, അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് ബെനിഫിറ്റ്സ് തരാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ലയബിലിറ്റീസ് ആണ്, അതൊരിക്കലും അസറ്റ് അല്ല. ഇപ്പം ഹെൽത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ അവെയർ ആയിരിക്കണം. അത് പ്രോപ്പർലി അതാണ് അസറ്റ്സ് എന്നുള്ളതും, ഈ പറയുന്നത് പോലെ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഹെൽത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും അതൊരു ലയബിലിറ്റി ആയിട്ട് കാണണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലും ഇതുണ്ട് തോന്നുന്നു. ഇൻ ഫൈനാൻസ് മാർക്കറ്റിന്റെ കാര്യത്തിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മാർക്കറ്റിന്റെ കാലത്താണ് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനിത് ലൈക്ക് നമ്മുടെ ഈ ഇൻഷുറൻസിന്റെ കേസൊക്കെ സംസാരിച്ചല്ലോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതായത് ലൈക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ല, എൻ്റെ നാട്ടിലൊരു ഫ്രണ്ട്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം
ഒരു മിഡിൽ ക്ലാസ് നമ്മളൊക്കെ ഒരു ആവറേജ് ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, ഒരു കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ലൈഫ് ഒരു അത്ര അടിപൊളി അല്ലെങ്കിൽ ഒരു നൈസ് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം പുള്ളി സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ അറിയില്ല, എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കൊരു ആക്സിഡന്റ് കാര്യങ്ങൾ സംഭവിച്ച അറൗണ്ട് ഒരു 8 lakhs അടുത്ത് പുള്ളിക്ക് സ്പെൻഡ് വന്നു. 8 ലക്ഷം രൂപയാണ് പുള്ളിക്ക് എന്ത് ചെയ്തത്, ഒറ്റ ഒരു ഹോസ്പിറ്റൽ കേസിന് പുള്ളി സ്പെൻഡ് ചെയ്ത്. അത് ലൈഫിൽ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം, എനിക്ക് തോന്നുന്നു ഒരു 6, 7, 8 വർഷം കൊണ്ട് പുള്ളി ഉണ്ടാക്കി വെച്ച സേവിങ്സ് മൊത്തം അവിടെ സ്പെൻഡ് ചെയ്യണം. കാരണം വേറെ വഴിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അറേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ശരിയാണ്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം ഹെൽത്തിൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് സഫം പറഞ്ഞപ്പോഴാണ് വേറൊരു പരിപാടിയാണ് ഇന്ത്യൻ ഓഡിയൻസിന് കല്യാണം. അയ്യോ, കല്യാണത്തിന്റെ കാര്യം പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വലിയ ജേണി, ഒരു വലിയ അയാളുടെ ലൈഫിൽ മൊത്തം കല്യാണം, വീട് അടുത്ത കാര്യം. അതായത് വലിയൊരു ജേണിയിൽ ഉണ്ടാക്കുന്ന എമൗണ്ട് മൊത്തം സ്പെൻഡ് ചെയ്യുന്നത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുള്ളത്. എനിക്ക് തോന്നുന്നു വാഴയിൽ ഈ സാധനം പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫാദർ വീട് പണയം വെച്ചിട്ടാണ് ഞാൻ ഗൾഫിൽ പോയത്, എന്നിട്ട് ഞാൻ വീട് വെച്ചു, ഇപ്പൊ ആ വീട് പണയം വെച്ച് നീ ഗൾഫിൽ പോകാൻ പോകണോ ചോദിക്കുന്നുണ്ട്. അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനിലാണ് ചോദിക്കുന്നെങ്കിലും ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. ഈ ലൂപ്പാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഇതേ സാധനം നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലും പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടി ഇപ്പം ഈ പറയുന്നത് പോലെ ഡിഗ്രി കഴിയുന്നത് വരെ കുട്ടിയെ പ്രഷർ ചെയ്ത് ഒരു ചുരുളിയാണ്. അത് കഴിഞ്ഞ് കുട്ടി കല്യാണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കുട്ടി ആയില്ലെന്ന് വെക്കുന്നു, ഈ കുട്ടി വീണ്ടും ഇങ്ങനെ ടേണിംഗ് പോയിന്റ് ഈ സാധനം പോകുന്നു. അപ്പം ഇതിനപ്പുറത്തേക്ക് ആൾക്കാർ ജീവിക്കുന്നത് either കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വീട് വെക്കാൻ. അതായത് അതല്ല പേർപ്പസ്, പക്ഷെ അയാൾ സമ്പാദിക്കുന്ന മൊത്തം അതിലേക്കാണ് പോണേ. അയാൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പറയുന്ന പോലെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ലയബിലിറ്റീസിൽ സ്റ്റക്കാണ്. ഇത് കുറച്ചും കൂടി ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ പ്രവാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ലൈക്ക് എൻ്റെ ഒരു ഇപ്പം എൻ്റെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രവാസം കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈക്ക് നാട് വിട്ടിട്ട് പോകുന്ന ഒരുപാട് സീനിയേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, പൈസ ഉണ്ടാക്കണം, അതുപോലെ തന്നെ വീട്, ലയബിലിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയാം. ഇത് പ്രോപ്പർലി ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പുറത്തോട്ട് പോകുന്നുള്ളത്. ഒരു 1, 2, 3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നാട്ടിൽ സെറ്റിൽ ആവാമെന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും 20, 25 വർഷമായിട്ട് അവരവിടെ ലൈഫ് ലൈഫ് അവിടെ തീർത്തോണ്ടിരിക്കുക. ശരിയാട്ടോ. കാരണം ആൾക്കാർക്ക് അറിയില്ല അതായത് നമ്മളെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പ്ലേസ് നമ്മുടെ വീടാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ലൈക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ദുബായിലാണ്. അപ്പം ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആളെന്നോട് ലൈക്ക് വെറുതെ എങ്ങനെയുണ്ടോ ദുബായ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പൈസ ഉണ്ടെങ്കിൽ അടിപൊളിയാടാ. അവൻ അത്രേ പറഞ്ഞുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ ലൈഫേ വിട്ട് പട്ടിപ്പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യാൻ പോവുക. അതല്ലാതെ അവിടുന്ന് പൈസ ഉണ്ടാക്കി അവിടെ എൻജോയ് ചെയ്യാന്നുള്ള തോട്ടിൽ ദുബായിൽ പോകണ്ട. ദുബായ് ഈസ് എ ഗ്രേറ്റ് കൺട്രി, പക്ഷേ യു നീഡ് മണി. എന്താ വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൈസ ഉണ്ടാക്കാൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കാം. ബിക്കോസ് ദെയർ ആർ ഓപ്പർച്യൂണിറ്റീസ്. ലോകം കണ്ട ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ഇവിടെ എന്തോരം ബിസിനസ് ചെയ്യാം. പിന്നെ ജോലി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നത്, വൈ കാണ്ട് വി ബിക്കം സം ജോബ് പ്രൊവൈഡേഴ്സ്? നമുക്ക് എന്തുകൊണ്ട് ജോബ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിലോട്ട് വരുമ്പോൾ എനിക്കൊന്നൊരു ലാസ്റ്റ് ഒരു 2024 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് കൂടിയത് 2024, 2023 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ലാസ്റ്റ് ഇയറിന്റെ ഒരു ഡാറ്റ നോക്കിയ സമയത്ത് സ്റ്റാർട്ടപ്സുകൾ ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ലൈക്ക് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്സിന്റെ ലൈക്ക് ഗ്ലോബലി സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കുറച്ച് മുമ്പിലാണ് ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പം ഏകദേശം 13,000-ഓളം സ്റ്റാർട്ടപ്സ് ലൈക്ക് ഇപ്പം കറന്റ്ലി റണ്ണിങ് ആണ്. പക്ഷെ ഓൾമോസ്റ്റ് 1.8 lakh ഈ പറയുന്ന സ്റ്റാർട്ടപ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമുക്ക് ടോട്ടൽ 25 lakh സംതിങ് എന്തോ ആണ് സ്റ്റാർട്ടപ്സ് എന്നല്ല, കമ്പനികളാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ സഫാൻ പറഞ്ഞതുപോലെ 1.8 lakhs ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഈ പറയുന്ന 1.8 lakhs 13,000 സ്റ്റാർട്ടപ്സേ ഇന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. അതായത് 90% സ്റ്റാർട്ടപ്സും ഫെയിൽ ചെയ്യാണ്. പക്ഷേ എന്നാലും 13,000 പേര് സക്സസ്ഫുൾ ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ബാക്കിയുള്ളവർ ഫെയിൽ ആവാനുള്ള മേജർ കാരണമായിട്ട് പറയപ്പെടുന്നത്
ഈ പറയുന്ന ഫൈനാൻസിനെ കുറിച്ചുള്ള നോളജ് ഇല്ലാത്തതാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ, അതായത് ആ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ഫ്ലോ, ഒരു ഐഡിയ ഉണ്ട്, കമ്പനി സ്റ്റാർട്ട് ചെയ്യും, ആ ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഫൈനാൻസിലോട്ട് എക്സാക്ട്ലി അത് അങ്ങോട്ടേക്ക് വരും. ബിക്കോസ് ഇപ്പം പലപ്പോഴും പറയും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നുള്ളത്. മണി ക്യാൻ ചേഞ്ച് യുവർ സിറ്റുവേഷൻ. അത് ഭയങ്കരമായിട്ട് മാറ്റും. ഈ പറയുന്നത് പോലെ തന്നെ ഫൈനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നതും ഫൈനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും. അപ്പം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഫൈനാൻസ് എന്നുള്ള ഒരു ഏരിയ കവേർഡാണ്. പിന്നെ ബാക്കി ആളെക്കുറിച്ച് ഈ പറയുന്ന സെൽഫ് ലവ്, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് പരിപാടികൾ, പിന്നെ ഈ പറയുന്നത് പോലെ ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, റിലേഷൻഷിപ്സിൽ എക്സ്പ്ലോർ ചെയ്യുക, ആളുടെ ലൈഫിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക, സ്കിൽസ് കൊണ്ടുവരാം, ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും. പക്ഷേ ഫൈനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് ഇത് ചിന്തിക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ കാര്യം, അതായത് ഈ ബിസിനസ്സിലോട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഫൈനാൻസിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടും. എക്സാക്ട്ലി. എല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ആശു പറഞ്ഞ പോലെ ഒരു 90% സ്റ്റാർട്ടപ്പ് ഫെയിൽ ആകാനുള്ള മേജർ റീസൺ ഇത് തന്നെയാണ്, ഫൈനാൻസ്. അതായത് ഞാൻ എപ്പോഴും കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു, ഒരു 100 രൂപ മാനേജ് ചെയ്യാൻ അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ, 10,000 രൂപ, 1 ലക്ഷം രൂപ മാനേജ് ചെയ്യാൻ പറ്റില്ല. 10 കോടി ഇട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. അതായത് പൈസ, ഞാൻ ഒരു കോട്ടയം കണ്ടത്, അതായത് എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നല്ല, ഇത് ഞാൻ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നിടത്താണ് കാര്യം കിടക്കുന്നത്. ഒരു കോടി റുപ്യ ഉണ്ടാകുന്നതും അല്ലെ 1 കോടി രൂപ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 1 ലക്ഷം രൂപ ഉണ്ടായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇത് ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് നമ്മളെ കേരള ഗവൺമെന്റ് ലോട്ടറി സിസ്റ്റത്തിൽ ഈ കാര്യം കണ്ടിട്ടാണ് പുതിയൊരു പരിപാടി ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് പണ്ട് ലോട്ടറി അടിക്കുന്ന ഒരാളുടെ കയ്യിലുള്ള എമൗണ്ട്, ഇപ്പം ലോട്ടറി അടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് എമൗണ്ട് ഒറ്റയടിക്ക് വരിക, ഇത് 1-2 മാസത്തിനുള്ളിൽ തീർന്നു. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ പറയുന്ന ബമ്പർ ലോട്ടറികൾ ഉണ്ടല്ലോ, നമ്മുടെ 1 crore, 2 crore, 10 crore ഒക്കെ ഉള്ള, അതിൻ്റെ കൂടെ ഫൈനാൻസ് മാനേജ് ചെയ്യാനുള്ള സെഷൻസ് ഈ പറയുന്ന എക്സ്പേർട്സിൻ്റെ അടുത്ത് ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം എവിടെ എന്ത് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ ഇത് മാനേജ് ചെയ്യേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ നീഡ്. ഇത് സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ബേസിക് തൊട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതില്ല. അതൊരു കുറവാണ്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യണം എന്ന് ജോലിക്ക് കയറിയിട്ടല്ല, ജോലിയിലേക്ക് പോകുന്നതിന് മുന്നേ, ആദ്യമായിട്ടുള്ള സാലറി വാങ്ങുന്നതിന് മുന്നേ അവരറിയണം വെൽത്ത് എങ്ങനെ ഗ്രോ ചെയ്യണമെന്ന് അറിയണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ആ സാലറിക്ക് വേണ്ടി മാത്രമേ ഒരാൾ വർക്ക് ചെയ്യൂ. ഇഫ് ദേ ഹാവ് സം അതർ സോഴ്സ്, ഈ പറയുന്ന പോലെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ആ സാലറിക്ക് അപ്പുറം ആ വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു രീതിയിലേക്കാണ് ശരിക്കും പോകേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മുടെ ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈക്ക് ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടത് നമ്മൾ അറിഞ്ഞതൊക്കെ വെച്ചാൽ നല്ലോണം പഠിക്കുക, പഠിച്ചിട്ട് എന്തിനാ നല്ല ജോബ് ഉണ്ടാക്കുക, നല്ല ജോബ് ഉണ്ടായിട്ട് എന്താ വേണ്ടേ, നല്ലൊരു വീട് വെക്കാം, നല്ലൊരു കല്യാണം കഴിക്കാം. അതായത് ജോലി ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കേസാണ് എപ്പോഴാണ് കല്യാണം, എപ്പോഴാണ് വീട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം അല്ല, എപ്പോഴാണ് വണ്ടി മാറ്റുന്നത്. അതായത് ഇപ്പം ജോലിയൊക്കെ ആയില്ലേ, ഒരു വണ്ടിയൊക്കെ എടുത്തു, ഒരു വണ്ടി എടുക്കണ്ടേ. അതായത് ആൾക്കാരെ പ്രഷർ ചെയ്യാണ് ഓരോന്ന് ചെയ്യാനും. ആൾക്ക് വണ്ടി വേണ്ടെങ്കിൽ വണ്ടി വേണ്ട, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റും ഉള്ള സിറ്റുവേഷനാണ് ഒരുപാട് പേരെ പല ലയബിലിറ്റീസിലേക്കും തള്ളി വിടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഫൈനാൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ ഏരിയ ഈ പറയുന്നത് പോലെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ പല റിലേഷൻഷിപ്പും ചുറ്റുമുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ വീട്ടുകാരും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് മാത്രം കൊള്ളാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് 2 പേര് തമ്മിലുള്ളതാണ്, അത് അവരുള്ളിൽ നിൽക്കണം, അതിലൊരിക്കലും പുറത്തുനിന്ന് ഒരാൾ വരരുത്, അതാരാണെങ്കിലും. ഇപ്പം എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സാധനം ഞാൻ പറയാം കേട്ടോ. ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, ആൻഡ് ആളും ഞാനും വേറെ പരിചയത്തില്ല, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ 3 പേരും അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു. ആൻഡ് ദ അതർ പേഴ്സൺ ഓക്കെ, അപ്പം ആൾക്ക് കുറച്ച് ലൈക്ക് ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടില്ല, ഫിസിക്കലിയും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇമോഷണലി ഭയങ്കര ഒരു ഓക്കെ ആയിരുന്നില്ല. അപ്പം ഇത് ഡംപ് ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു. അപ്പം ആൾ വേണമെന്ന് വെച്ചിട്ടല്ല, ആളുടെ സിറ്റുവേഷനിൽ ആൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ടിനെ വളരെയധികം ബാധിച്ചു. പക്ഷേ അപ്പുറത്തുള്ള വ്യക്തിയുടെ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവനൊന്നും പറഞ്ഞില്ല. ഇവൻ അതൊക്കെ സഹിച്ചു നിന്നു. ഇവൻ ഈ പറയുന്നത് പോലെ തന്നെ ഇറ്റ് വാസ് ഗെറ്റിംഗ് എ റിയലി ടോക്സിക് പോയിന്റ്. അപ്പം ഭയങ്കരമായിട്ട് ഇവൻ ഇമോഷണലി ഡൗൺ ആയി. ഇവൻ വളരെ ഹൈപ്പറായിട്ട് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഒരു എക്സ്ട്രോവേർട്ട് കൈൻഡ് ഓഫ് ആളായിരുന്നു.
പക്ഷെ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ട് മാറി, ആൾക്കാരോട് പെരുമാറുന്നതിൽ ഭയങ്കര മാറ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇത് ഞാൻ അവനെ ഡെയിലി കാണാറൊന്നുമില്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം ലൈക്ക് അവൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മമ്മിയെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ക്ലോസാണ്. അപ്പം എന്നെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്താ എവിടെയാ? ഞാൻ പറഞ്ഞു കോളേജിലാണ്. അപ്പം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നല്ലൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു എടാ അവൻ അത്യാവശ്യം നല്ല സീനിലാണല്ലോ, നീ ഒന്ന് അവനെ വിളിച്ച് സംസാരിക്കുകയാണോ? എന്നോട് അങ്ങനെ ആൾ പറയാറില്ല കേട്ടോ, ആദ്യമായിട്ടാണ് പറയണേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൾ പറഞ്ഞ കാര്യങ്ങൾ. അന്ന് ആളെന്നെ വിളിച്ചിട്ട് ഇറ്റ് വാസ് എൻ ഈവനിങ്, ഒരു 7-7:30 ആ ഒരു സമയം, എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട്. അന്ന് എന്നെ വിളിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞോളൂ മോനെ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ലൈഫിൽ ആരാണെങ്കിലും, ഈവൻ ഞാനാണെങ്കിൽ പോലും, അവൻ്റെ അമ്മയായ ഞാനാണെങ്കിൽ പോലും, എനിക്കൊരു തിൻ ലൈനുണ്ട്. അതായത് ഞാൻ നിൽക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് അവൻ്റെ ലൈഫിലേക്ക് പോകാൻ എനിക്ക് പോലും അവിടെ ഒരു അതോറിറ്റി ഇല്ല. ലൈക്ക് എപ്പോഴും പറയും അമ്മമാരാണ് നമുക്ക് ഏറ്റവും ലൈഫിൽ നമ്മുടെ കൺട്രോൾ ഉള്ളതെന്ന് പറയും. പക്ഷെ അന്ന് ആ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്നും എൻ്റെ മൈൻഡിലുണ്ട്. ബിക്കോസ് ഈ പറയുന്നത് പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളെക്കാളും അയാളുടെ ലൈഫിൽ അയാൾ കൊടുക്കേണ്ട ഒരു തിൻ ബോർഡർ ലൈൻ ഉണ്ട്. അതിന് മുകളിലേക്ക് ഒരാളും വരേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ അത് ബേർഡൻ ആവും, അതൊരു പ്രശ്നമാണെന്നുള്ളത് അന്ന് ആൻറ്റി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ ലൈഫിൽ മുന്നിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം. ബിക്കോസ് എല്ലാവരോടും ഞാൻ പറയാൻ നോക്കുന്നൊരു കാര്യമാണ്. ബിക്കോസ് ലൈഫ് നമ്മുടേതാണ്, അൾട്ടിമേറ്റ്ലി അത് നമ്മുടേതാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോരാളെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് പോലും ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ഒരാളെയും കൊണ്ടുവരരുത്. ഇതിപ്പം ചില പോയിന്റ്സ് ഉണ്ടാവും വരേണ്ടി വരുന്ന, പക്ഷെ എന്നാൽ പോലും ദർ ഇസ് എ ലിമിറ്റ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ലൈക്ക് ഈ പറയുന്ന പോലെ അവൻ ആളോട് പോയി സംസാരിക്കുക, അത് സോർട്ട് ആവുകയും ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു കണക്ഷൻ പോകുന്നത് കാര്യങ്ങൾ. ആൻഡ് ഐ ആം ഹാപ്പി ഫോർ ദം ടു. അപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ലൈഫ് ലെസണാണ്. അന്ന് തൊട്ട് ഞാൻ മൈൻഡിൽ കാണുന്നൊരു കാര്യം അത്. പക്ഷേ ഞാനൊരു കാര്യം, ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, അതായത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അതായത് ഹെൽത്തിലായിക്കോട്ടെ വെൽത്തിലായിട്ട് നമ്മളിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം എവിടുന്ന് ഇപ്പം ഞാൻ തന്നെ സംസാരിക്കാറുണ്ട്. നമ്മളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ലൈഫിനാണ്, നമ്മുടെ കാര്യത്തിനാണ് ഉറപ്പ് സംസാരിക്കുന്ന റീസൺ. അപ്പോൾ ആശിഷിന് ഇതിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ കേസ് ചോദിക്കണം, അതായത് നമ്മളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആശിഷിന്റെ പെർസ്പെക്റ്റീവ്. അതായത് മനസ്സിലായി, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, എൻ്റെ ഒരു ഐഡിയ പറയാം. അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പം പല പേഴ്സ്പെക്റ്റീവിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ബിക്കോസ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരെ സംബന്ധിച്ച് പാട്ട് കേൾക്കുന്നതായിരിക്കാം ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് പോകാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പം നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആവാം. ഇപ്പം ലൈക്ക് ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ളതാവാം, മെൻ്റൽ വെൽബീയിങ്ങിനുള്ളതായിട്ടാവാം, ഇമോഷണൽ വെൽബീയിങ്ങിനായിട്ടുള്ള റിലേഷൻഷിപ്സ് പോലുള്ള കാര്യങ്ങളാവാം. അപ്പം എനിക്കൊന്ന് പല ഇതിനെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പീസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചിലർ പാട്ട് കേൾക്കും. ഞാൻ വളരെയധികം പാട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പാട്ട് കേൾക്കുന്നതാവാം, പാട്ട് പാടുന്നതാവാം, ഡാൻസ് ചെയ്യുന്നതാവാം, ഈ പറയുന്ന പോലെ സിനിമ കാണുന്നതാവാം, വർക്കിൽ ഇൻവോൾവ് ആവുന്നതാവാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇതിൽ എനിക്ക് തോന്നുന്നു റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി തരാൻ പറ്റുന്നതിനെ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അസറ്റ്സ് എന്ന് വിളിക്കാമെന്നും, നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഫേർട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് ഓർ ലൈക്ക് അതുപോലെ പോൺ അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതൊരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു റോങ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് അത് വളരെ മോശമായിട്ട് ഇൻ എ ലോങ് റൺ നമ്മളെ ബാധിക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ കുറച്ചും കൂടെ പോസിറ്റീവ് സൈഡിലുള്ള അസറ്റ്സ് ഞാൻ നേരത്തെ കാറ്റഗറൈസ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സ് മേ ബി പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാവാം, വർക്കിൽ എൻജോയ് ചെയ്യുന്നതാവാം. സ്കില്ലിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കില്ല് പഠിക്കാൻ അത്ര എഫേർട്ട് എടുക്കാതെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ശരിയാണ്. എന്താ വെച്ചാൽ സ്കില്ല് ഈ പറയുന്നത് പോലെ അണ്ടർ റേറ്റഡ് ആണ്, ഓവർ റേറ്റഡ് എന്നല്ല, വളരെ അണ്ടർ റേറ്റഡ് ആണ്. മെറ്റീരിയൽ തിങ്സിനെയാണ് ആൾക്കാർ ഓവർ റേറ്റഡ് ആയിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഇത് എവിടെയോ ഞാൻ കണ്ടോ, അപ്പം ഒരു നല്ലൊരു ഫോട്ടോ ഒരാൾ എടുത്ത സമയത്ത് അതിൻ്റെ അടിയിൽ ഞാൻ വായിച്ചൊരു കമൻ്റാണ്, നല്ല ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് ആ ഗാഡ്ജറ്റിലാണ് ഈ പറയുന്ന റിസൾട്ട് വന്നതെന്നാണ് പലരും ലൈക്ക് പറഞ്ഞു കണ്ടത്. പക്ഷെ ഗാഡ്ജറ്റിനപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ സ്കില്ല് കൊണ്ടാണ് അങ്ങനെ ഒരു സാധനം വന്നത്. ഇപ്പം ഈ പറയുന്നത് പോലെ ആൾക്കാർ ഗാഡ്ജറ്റ്സിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ലൈക്ക്
എന്താ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. കൂടുതൽ എന്താ പ്രീമിയം ആയിട്ടുള്ള ഗാജറ്റ് ആണെങ്കിൽ കൂടുതൽ റിസൾട്ട് വരും തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന സ്കില്ലിൽ ഒട്ടും ഫോക്കസ് ചെയ്യാത്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഈവൻ ഒരു പോയിന്റിൽ ഐ തിങ്ക് ഞാനും അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്പെക്ക് കൂടുതലുള്ള കാര്യങ്ങൾ വാങ്ങി വെക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ഏറ്റവും ഹൈ എൻഡ് സ്പെക്കുള്ള വാങ്ങാം. പക്ഷേ ഏറ്റവും ഹൈ എൻഡ് സ്പെക്ക് ആണെങ്കിലും ഉപയോഗിക്കാൻ എനിക്ക് അറിയില്ലെങ്കിൽ കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഏറ്റവും മാക്സ് പൊട്ടൻഷ്യലിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള വേ. അതിന് സ്കില്ലാണ് വേണ്ടത്. ഇപ്പം ഇന്നലെ അതായത് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപ ഒരു ഫോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ റെഡിയാണ്. പക്ഷെ 1 ലക്ഷം രൂപ കൊടുത്ത് ഒരു സ്കില്ല് പഠിക്കാൻ ആൾക്കാർ റെഡിയാണ്. ബിക്കോസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് മനുഷ്യന്മാർക്ക് വേണ്ടത്. അതിൻ്റെതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കില്ല് പഠിച്ച് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ടൈം ആൾക്കാർക്ക് കൊടുക്കുന്നില്ല, സ്പെൻഡ് ചെയ്യുന്നില്ല ആൾക്കാർ. അതെ അതെ അതെ. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത്, അതായത് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കൺസിസ്റ്റൻ്റ് ആവണം. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയാലാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് ശരീരത്തിൽ കാണുക. അപ്പം അതിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് ഈസിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ ഇന്നോവേഷനും വരുന്നത് മനുഷ്യരുടെ മടി വെച്ചിട്ടാണ്. അപ്പം ഞാൻ സഫാനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ലോഞ്ച് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലും കോഴിക്കോടും ലൈക്ക് ഒരു ഇനീഷ്യേറ്റീവ് ഒരു ടീം തുടങ്ങിയിട്ടുണ്ട്. അതായത് ലൈക്ക് ഈ പറയുന്ന ഇലക്ട്രിക് പൾസസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫിറ്റ്നസ് പാർലർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ലാബ് അങ്ങനെ എന്തോ ആണ് അവരതിനെ പറയുന്നത്. എനിക്ക് എക്സാക്ട് ടേം ഓർമ്മയില്ല. അപ്പം അവരവിടെ ഈ പറയുന്ന പോലെ റെഡ് ലൈറ്റ് തെറാപ്പി, ഐസ് ബാത്ത്, അതേപോലെ ഈ പറയുന്ന ഇലക്ട്രിക് പൾസസ് യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ്, ഈ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതായത് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു ആള് ഒരു ഫുൾ വീക്ക് പോയി എടുക്കുന്ന ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് കണക്കായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വീക്ക്ലി 20 മിനിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മനുഷ്യൻ്റെ മടി അവിടെ യൂസ് ചെയ്യണം. മടി എന്നുള്ളതിനേക്കാൾ അവർ മാർക്കറ്റ് ചെയ്യുന്നത് ടൈമിനെയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമയമില്ല. ഇന്ന് ഹെൽത്ത് നോക്കാനോ ഫിറ്റ്നസ് നോക്കാനോ ആൾക്കാർക്ക് സമയമില്ലാത്തടത്ത് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മടിയാണ് അവർ. അതെ, അതാണ്. അതായത് മടി അവരെന്നല്ല, ലോകത്തുള്ള ഏതൊരു ഇനീഷ്യേറ്റീവ് ആണെങ്കിലും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഈ പറയുന്നത് പോലെ ഒരു ടയർ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന വീൽ ഉണ്ടാവുന്നത് ഈ പറയുന്ന മനുഷ്യന് തള്ളിക്കൊണ്ടുപോകാനുള്ള മടി കാരണമാണ്, എടുത്തുകൊണ്ട് പോകാനുള്ള മടി കാരണമാണ് വീൽ ഉണ്ടാവുന്നത്. ആ വീലിൽ നിന്നാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും ഉണ്ടാവുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടന്നു പോയാൽ പോരെ? നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റില്ല, മടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കാണുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകളും ലൈക്ക് മറ്റേ ഊബർ വന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി വന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടാട്ടോ, ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ ലൈക്ക് സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗി ഇതുപോലുള്ള ഡെലിവറി ആപ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഈസ് ലൈക്ക് പ്രിറ്റി ഹ്യൂജ്. നമ്മുടെ പോപ്പുലേഷന് ഡബിളോ ട്രിപ്പിളോ എന്തോ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻട്രസ്റ്റിംഗ് കാര്യം ചോദിച്ചു ഇവിടെ, കഴിഞ്ഞ വർഷം ആശിഷ് എത്ര സ്പെൻഡ് ചെയ്തു സൊമാറ്റോയ്ക്ക് വേണ്ടി മാത്രം? അത് കുറച്ചുണ്ടാവും. ലൈക്ക് ഞാനിപ്പോൾ കോഴിക്കോട് വന്നതിന് ശേഷം സ്വിഗ്ഗി സൊമാറ്റോനെക്കാളും കൂടുതലും പോയിട്ടാണ് കഴിക്കാറ്. എന്താ വെച്ചാൽ ഇവിടെ ഫുഡ് സ്പോട്ട് ആയിട്ട് ഇവിടെ ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ എവിടെ പോയി കഴിക്കുന്നുള്ളതാണ് ഇവിടുത്തെ ഒരേ ഒരു കൺഫ്യൂഷൻ. ചോയ്സസ് കൂടുതലാണ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഞാൻ കൊച്ചിയിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ യൂഷ്വലി ഞാൻ സൊമാറ്റോ സ്വിഗ്ഗി തന്നെ ആയിരുന്നു. ലൈക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ട്രാവൽ ചെയ്യാനുള്ള മടി കാരണം ഞാൻ ഓൺലൈനാണ് ഓർഡർ ചെയ്യുന്നത്. അവിടുത്തെ ഒരു പ്രീമിയം ക്ലയന്റ് ആയിരുന്നു. അയ്യോ, ലൈക്ക് സൊമാറ്റോയുടെ ഏറ്റവും പ്രീമിയം എന്നുള്ള എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുമായിരുന്നു. അപ്പം ലൈക്ക് ഈ പറയുന്നത് പോലെ ഞാൻ ഒരു തവണ നോക്കിയിട്ടുണ്ട്. മറ്റേ നമുക്ക് ഗൂഗിളിൽ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ കിട്ടും, സൊമാറ്റോ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ. വെറുതെ ഗൂഗിൾ ചെയ്ത എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ എത്ര സൊമാറ്റോ യൂസ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഗൂഗിളിൽ സൊമാറ്റോ സ്പെൻഡ് കാൽക്കുലേറ്റർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അതിന്റെ ബുക്ക് മാർക്ക് പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇറ്റ്സ് എ ഫണ്ണി തിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇന്ന ഡേറ്റ് ടു ഇന്ന ഡേറ്റ് നമ്മുടെ സൊമാറ്റോ ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യ എമൗണ്ട് വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഓലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു മാസത്തെ എൻ്റെ സ്പെൻഡ് ഓൾമോസ്റ്റ് 55,000 റുപ്പീസാണ്. 55,000 സൊമാറ്റോയിൽ ഓർഡർ ചെയ്താൽ മാത്രമേ, അതല്ലാതെ കഴിച്ച വേറെ ഉണ്ട്. ലൈക്ക് ഐ എം നോട്ട് ബ്ലഫിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് മേ ബി എന്റെ ഫ്രണ്ട്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും ആവാം. എന്തായാലും 55,000 നമുക്ക് ബില്ല്. ആ സമയത്ത് എന്റെ സാലറി പോലും ഒത്തിരി ഇല്ല. അതാണ് ഏറ്റവും ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം. ബിക്കോസ് നമ്മൾ അറിയുന്നില്ല, നമ്മള് കൺവീനിയൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് എന്താണോ അതാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ടൈമിനെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയി അവിടെ എത്തി അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും എനിക്ക് എഫിഷ്യൻ്റ് ആവുന്നത്
ഫുഡ് എത്തുന്നതാണ്? ഞാനിത് എൻ്റെ ഫ്രണ്ടിനോട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ലൈക്ക് നമ്മൾ അറൗണ്ട് ഒരു 40 to 50 റുപ്പീസ് എന്തോ നമ്മൾ അധികം നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് ഒരു ഓർഡറിന് വേണ്ടി. അപ്പോൾ പുള്ളിക്കാരനോട് ഞാനിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗിന് എനിക്ക് ലൈക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് ലഞ്ച് കഴിക്കണം. അതിനുശേഷം എനിക്കൊരു മീറ്റിംഗ്, ഭയങ്കര ഒരു ബിസി സ്കെഡ്യൂൾ ആയ ഒരു ദിവസത്തിലാണ് ഞാൻ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു തൊട്ടപ്പുറത്ത്, അതായത് എനിക്ക് വന്ന് ഇവിടുന്ന് ഒരു 500 മീറ്ററുള്ള ഹോട്ടലിലോട് പോകാൻ, പിന്നെ എന്തുകൊണ്ടാണ് സഫാൻ ഇത് ഓർഡർ ചെയ്യുന്നത് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ എനിക്ക് വേറെ ചിന്തിക്കാല്ലേ, ടൈം, എനിക്ക് സമയമില്ല. കാരണം എനിക്ക് ആ ഫുഡ് അവിടെ പോയി കഴിക്കാൻ എനിക്ക് ഒരു അരമണിക്കൂർ വേണം. ഇതാകുമ്പോൾ എനിക്ക് 5 മിനിറ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടൈം. അശ്വതി പറഞ്ഞ സാധനം, ടൈമാണ് ആൾക്കാർ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏൺ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതൊരു പെർസ്പെക്റ്റീവിന്റെ പ്രശ്നമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണി ഏൺ ചെയ്യുന്നത് ടൈമിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറയാം, ഏറ്റവും ബേസിക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടിനെയാണ്. ഓക്കെ, നമ്മൾ ലൈക്ക് നമുക്ക് ഏത് ലൊക്കേഷനിൽ, ലോകത്തിലെ ഏതൊരു ലൊക്കേഷനിലേക്കും നമുക്ക് നടന്നു പോകാൻ പറ്റും. പക്ഷേ എടുക്കുന്ന സമയം അത്രയും വലുതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏതൊരു ലൊക്കേഷനിലേക്കും വണ്ടിയിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പം നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കുറയും വണ്ടിയിൽ പോകാം. ഇനി ഇതല്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നത്? വീണ്ടും സമയം കുറയ്ക്കാനാണ്. അപ്പോൾ സമയം കുറയും തോറും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടും. ഇത് തന്നെയാണ് ഏതൊരു കാര്യത്തിനും. നമ്മളിപ്പം ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നു നമ്മൾ പറയുന്നു. ആൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത് റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഏതൊരു ഷെഫിനാണെങ്കിലും ആ ഡിഷിനൊരു റെസിപ്പി ഉണ്ടാവും. ഓക്കെ, ഇത്രയും നാളത്തെ ആളുടെ ജേർണിയിലാണ്, ആ സ്കില്ല് കൊണ്ടാണ് ആള് ആ ഒരു ടേസ്റ്റിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും നമുക്കും അത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അത് പഠിച്ച് അത് പ്രിപ്പയർ ചെയ്ത് ആള് പോയ ജേർണി, അല്ലെങ്കിൽ അത്രത്തോളം ടൈം അതിന് വേണ്ടി, ടൈമും എഫേർട്ടും അതിന് കൊടുത്ത് അത്രയും സ്കിൽഡ് ആയാലാണ് നമുക്ക് ആ ടേസ്റ്റിലേക്ക് അത് എത്തിക്കാൻ പറ്റും. ഓക്കെ, അത് ഒഴിവാക്കാനാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കാശ് കൊടുക്കുന്നത്. ഏത് സാധനം, ലൈക്ക് വാട്ട് എവർ നമ്മൾ എന്തെടുത്താലും നമ്മളവിടെ പർച്ചേസ് ചെയ്യുന്ന ടൈമാണ്. ഇത് ഞാൻ ശരിക്കും കേട്ടിട്ടുള്ളത് ആൻഡ്രൂ ടേറ്റിൻ്റെ ഇൻ്റർവ്യൂവിലാണ് തോന്നുന്നുണ്ട്. ആൻഡ്രൂ ടേറ്റിന് അതുപോലെ ആരുടെ ഇൻ്റർവ്യൂ ആണ്. അതായത് ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുന്ന സമയത്ത് ആൾ ശരിക്കും ടൈമാണ് വാങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ചെക്ക് ഇൻ ടൈം ആൻഡ് ഇതേപോലെ തന്നെ ചെക്കൗട്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ഫ്ലൈറ്റിന് വരുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 ദിവസം നമുക്ക് അവിടെ പോകും. ലൈക്ക് ഒരു ഇന്റർനാഷണൽ ട്രാവലിന് അത്രയും ടൈം പോകും. പക്ഷെ വെൻ യു ഹാവ് എ പ്രൈവറ്റ് ജെറ്റ്, നമ്മുടെ ടൈമിന് നമുക്ക് രാവിലെ പോയി വേണമെങ്കിൽ വൈകിട്ട് വരാം. ഇപ്പം നമ്മുടെ യൂസഫ് അലിയൊക്കെ ചെയ്യുന്ന പോലെ, പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഇപ്പൊ പറയില്ലേ, ഞാൻ പാരീസിൽ നിന്നാണ് മറ്റേ രാവിലെ ചായ കുടിച്ചത്, ഇപ്പം വൈകുന്നേരം ഉച്ചയ്ക്ക് ലണ്ടനിൽ പോയി, അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുന്നത് ഇവിടെ കോഴിക്കോട് നിന്നാണെന്ന് പറയുന്ന തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇഫ് യു ഹാവ് എ പ്രൈവറ്റ് ജെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോസിബിൾ ആണ്. ലൈക്ക് എക്സാക്ട്ലി ഇങ്ങനെയല്ല, എന്നാലും പോസിബിൾ ആണ്. അതായത് നമ്മൾ മണി ഉണ്ടാക്കുന്നത്, ഫൈനാൻഷ്യലി ഫ്രീ ആവുന്നത് ഈ പറയുന്ന ടൈമിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഞാൻ കാണുന്നത് ടൈമിനെയാണ്. ബിക്കോസ് ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്നത് വരെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ടൈമിന് വേണ്ടി, ടൈമാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഞാൻ കാണുന്നത്. അതേ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു സാധനമാണ്, എന്നെ പലപ്പോഴും പലരും കളിയാക്കിയിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന പോലെ ആർക്കും ഗിഫ്റ്റ് ചെയ്യാറില്ല. ലൈക്ക് കുറവാണ്, വളരെ കുറവാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഗിഫ്റ്റ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ ലൈക്ക് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാറ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പം സഫാൻ്റെ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കയ്യും വീശി വരും, ഞാൻ അവിടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും, അതിനുശേഷം ഞാൻ തിരിച്ചു പോകും. അതിന് എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, എനിക്ക് സഫാന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എൻ്റെ ടൈമാണ്. അത് ഞാൻ എൻ്റെ പ്രസൻസ് ആണ്. അതായത് ആ ടൈമിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അത് ഞാൻ സഫാൻ്റെ അടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എന്നോട് എപ്പോഴും പറയും, കയ്യിൽ നിന്ന് കാശ് ചിലവാക്കാൻ പറ്റില്ല, അത് പറഞ്ഞാൽ ദിവസത്തെ കാരണം പറയേണ്ടെന്ന് പറയില്ലായിരുന്നു. പക്ഷെ ലൈക്ക് ഐ തിങ്ക് ടൈമിനേക്കാളും വലുത്, ഇതിപ്പം അത് റിലേഷൻഷിപ്പ് എടുക്കാം, ഏത് കാര്യം എടുക്കാം, നമ്മൾ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് വലിയൊരു ഫാക്ടറാണ്. എന്ത് തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ പ്രയോറിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രയോറിറ്റി അല്ല എന്നുള്ളൊരു സാധനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു നല്ലൊരു എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആർക്ക് വേണ്ടിയും ടൈം സ്പെൻഡ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഒക്കെ തോന്നും. ആർക്കെങ്കിലും കൂടുതൽ ടൈം അതായത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു കാശിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വെച്ച് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിൽ എന്തിനാ ആൾക്കാർ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ക്ലോസ് ആയില്ല. അതായത് ലൈഫിൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ലൈക്ക് എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ആയ കുറച്ച് ആൾക്കാരിൽ ഒരാൾ, പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുള്ളിക്കാരനെ ഫസ്റ്റ് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആരുടെ മുമ്പിൽ ടൈം സ്പെൻഡ് ചെയ്യില്ല.
പക്ഷേ റീസെൻ്റ്ലി അതായത് ഞങ്ങൾ പരിചയപ്പെട്ട അറൗണ്ട് ഒരു 4 months അടുത്ത് എന്തോ ആയിട്ടുള്ളൂ, ഒരു 4 മാസത്തെ ഭയങ്കര ബന്ധം മാത്രമേ ഞങ്ങൾ. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും ഒരാളെ മേലിൽ എഫേർട്ട് എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഞാനൊരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യണം, ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും, ഞാൻ വേറൊരു പരിപാടിയും ചെയ്യില്ല. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഏറ്റവും വാല്യബിൾ ആയ ഒരു സാധനം ഞാൻ അവിടെ കൊടുക്കുകയാണ്. പ്രയോറിറ്റി ആണ് പറയുന്ന പോലെ തന്നെ. ലൈക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സഫം പറഞ്ഞു ഒരു 4 months എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ പ്രയോറിറ്റിയിലേക്ക് വരാൻ കുറേ വർഷങ്ങൾ കൂടി ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒരു ദിവസം തന്നെ മതി. എക്സാക്ട്ലി, വളരെ ചെറിയ സമയം മതി. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ടൈം ക്യാൻ ഹെൽപ്പ് യു ഹീൽ. ഈ ലൈഫിൽ പലപ്പോഴും പലരും ലൈഫിൽ നിന്ന് പോവാം, പല ഇൻസിഡൻസ് ലൈഫിൽ സംഭവിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടും, ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും വളരെ സങ്കടപ്പെടുന്ന, ലൈക്ക് ഡൗൺ ആവുന്ന പോയിന്റ്സ് ഉണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ടൈമാണ്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ ശീലാവെന്ന് പറയുന്നില്ലേ, അത് ശരിക്കും തമാശയായിട്ട് പറയുന്നതാണ്, പക്ഷെ എന്നാൽ പോലും ശരിയാണ്. നമ്മൾ യൂസ്ഡ് ആവും. ഈ പറയുന്ന പോലെ പെയിൻ നമ്മൾ യൂസ്ഡ് ആവുന്ന ഒരു പോയിന്റിലേക്ക് എത്തും. ഈ മെന്റലിസ്റ്റ് ആദി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സാധനമുണ്ട്, ലൈക്ക് ദർ ഇസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ ഒരു സൂയിസൈഡ് ചെയ്യുന്ന ഒരാളും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളും തമ്മിലുള്ള ഒരു തിൻ ലൈൻ ഉണ്ട്. ഈ തിൻ ലൈനിൽ അയാൾ പെയിൻ എൻജോയ് ചെയ്ത് തുടങ്ങും, പെയിനിൽ പ്ലഷർ കണ്ടു തുടങ്ങും. ദാറ്റ്സ് ലൈക്ക് വളരെ വിയർഡായിട്ടുള്ളൊരു സ്പേസ് ആണ്. ബിക്കോസ് സ്വന്തം ബോഡിയിൽ പെയിൻ ഉണ്ടാവുന്നതിനെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നൊരു പോയിന്റ് ഇറ്റ്സ് പ്രിറ്റി ലൈക്ക് ഓക്വേർഡ്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഈ പറയുന്ന പോലെ പെയിൻ എൻജോയ് ചെയ്യുന്നൊരു പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക് റിക്കവർ ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു പോയിന്റിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ആൾക്കാർ പെയിനിന് യൂസ്ഡ് ആവും. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ അടുത്ത് എന്താ വെച്ചാൽ നമുക്ക് നോക്കാം, റെഡിയാക്കാം, ഈ ഒരു തോട്ടിലേക്ക് മാറുന്നു തോന്നിയിട്ടുണ്ട്. അപ്പം അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അത് എനിക്ക് തോന്നുന്നു പലരും അഭിനയിക്കുകയാണ്, പലരും വലിയൊരു മെജോറിറ്റിയും ഇന്ന് അഭിനയിക്കുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നുമുണ്ട്, ലൈക്ക് ഒരു വലിയ മെജോറിറ്റിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, ഇവർ അഭിനയിക്കുകയാണ്, അവർക്ക് ലൈഫ് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എവരി വൺ ഈസ് കോപ്പിംഗ് അപ്പ് വിത്ത് ദാറ്റ്. ലൈക്ക് ഈ പറയുന്നത് പോലെ ഇന്നത്തെ ബിസി വേൾഡിൽ ആരും സംസാരിക്കുന്നില്ല, അതിനുള്ള സമയം എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതായത് ലൈക്ക് മനസ്സിലായിട്ട്, അതായത് ഓൺ ഫേക്ക് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാവും, പക്ഷെ അത് തുറന്നു പറയാൻ പറ്റില്ല, കാരണം ഇപ്പുറത്തുള്ള ഓൻ ഫേക്ക് ചെയ്യാം, മനസ്സിലായാലും ഫേക്ക് ചെയ്യാണ്. അതാണ് എല്ലാവരും മ്യൂച്വലി ലൈക്ക് ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ ഓപ്പൺ അപ്പ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആണോ അങ്ങനെയുണ്ടോ, എനിക്കും ഇങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്പൺ അപ്പ് ആണുള്ള സ്പേസ് നമ്മൾ കംഫർട്ട് സോണിലുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസ് ആയതുകൊണ്ടാണ് അത് കംഫർട്ട് സോൺ ആവുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്പേസിൽ മാത്രമായിരിക്കും, കാരണം എല്ലാ സമയത്ത് ബാക്കി എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കംഫർട്ട് സോൺ എന്ന് പറയുന്നതിനേക്കാളും ചില സമയങ്ങളിൽ വളരെ റാൻഡം ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് വരെ നമുക്ക് കംഫർട്ടബിൾ ആവും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഞാൻ ഇവിടെ മില്യൺ ഡോട്ട്സിൽ വരുന്നതിന് മുന്നേ ഒരു മില്യൺ ഡോട്ട്സിന് ഇൻ്റർവ്യൂവിന് വരുന്ന സമയമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ലൈക്ക് എനിക്ക് ട്രെയിൻ രാത്രിയാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഷൊർണൂർ പോയിട്ട്, എനിക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത്, ഷൊർണൂർ പോയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഈ പറയുന്ന പോലെ ഷൊർണൂർക്കുള്ളൊരു മെമു ലോക്കലിൽ കയറി. അപ്പോൾ എൻ്റെ മുന്നിലൊരു ചെറുക്കൻ വന്നിരുന്നു. അപ്പം ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആള് അന്ന് വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ചാർട്ടൊക്കെ നോക്കുന്നുണ്ട്. അന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, എൻ്റെ സ്ക്രീനിലൊക്കെ നോക്കിയപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പം ഭയങ്കര റാൻഡമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നത്. അതായത് ആൾ ഭയങ്കര ഇമ്പൾസീവാണ്. ആൾ ഇപ്പം എന്തോ 7,000 രൂപയ്ക്ക് എന്തോ ആണ് ആൾ ജോലി ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ ആളിങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോവാണ്. എന്നിട്ട് രാവിലെ തിരിച്ച് പോകണം. അപ്പോൾ അത്യാവശ്യം ട്രാവലുണ്ട്, 2 മണിക്കൂർ എന്തോ ട്രാവലുണ്ട്. അപ്പം ആളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം ജോലി ചെയ്യുക, 14,000 രൂപ സാലറി വാങ്ങുക, അത് അതേപോലെ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ അടുത്ത 1 മാസം ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രിപ്പ് പോവുക. അപ്പം ആൾക്ക് മലയാളം അല്ലാതെ വേറെ ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷ് പോലും പ്രോപ്പറായിട്ട് അറിയില്ല. ആൻഡ് അതിന് ആൾക്കൊരു പ്രശ്നമില്ല. അതിന് 2 മാസം മുന്നേ അല്ലെങ്കിൽ അതിന് 1 മാസം മുന്നേ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ട് വന്നേക്കുക. അതായത് ഈ പറയുന്നത് പോലെ ലൈക്ക് കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ റാൻഡംലി കിട്ടിയ ട്രെയിൻസിൽ ലോക്കൽ, അതായത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ലോക്കൽ ട്രെയിനിൽ കയറി ഇങ്ങനെ പോയി അവിടെ ആരൊക്കെയോ കണ്ട് എന്തൊക്കെയോ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രാജസ്ഥാൻ മൊത്തം പോയി. എന്നിട്ട് ആളെ എന്നോട് ഈ കഥകളൊത്തം പറയാം, ഒരു റാൻഡം സ്ട്രേഞ്ചറാണ്. അപ്പോൾ എന്നോട് ഈ കഥകളൊക്കെ പറയുന്ന സമയത്ത് അന്ന് മില്യൺ ഡോട്ട്സിൽ ഇൻ്റർവ്യൂവിന് വന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടും എന്നുള്ളതല്ല. മില്യൺ ഡോട്ട്സിൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന പലരെയും കാണാനും എല്ലാവരെയും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെ ഒരു നോർമൽ റിട്ടേൺ ജേർണിയിൽ പോവാം. പക്ഷെ എൻ്റെ യാത്ര ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയത് ആ വ്യക്തിയാണ്. അന്ന്
ഞാൻ ഭയങ്കര ഹാപ്പി. ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അപ്പം അന്ന് എന്നോട് അത്രയും ഓപ്പൺലി സംസാരിച്ച സമയത്ത് ഞാനും തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, കുറച്ചും കൂടെ ബെറ്റർ ആവും, അടിപൊളിയാവും, സാധനങ്ങൾ കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ റാൻഡമായിട്ടും ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും, അതേപോലെ അവർ പോവുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുഖം ഓർമ്മയുണ്ട്, പേര് ഓർമ്മയില്ല. അതെ, പേര് ഓർമ്മയില്ല. എനിക്ക് എപ്പോഴും പേര് ഓർമ്മയില്ല, പക്ഷെ ആ നടന്ന ഇൻസിഡൻസ് ഓർമ്മയുണ്ട്, ആൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എന്തോ ഐ എം റിയലി ഹാപ്പി. ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ലൈക്ക് ഇന്ന് മുഖം പോലും കാണാതെയാണ് പലരോടും സംസാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരുടെ സീക്രറ്റ്സ് പോലും ഒന്നും അറിയാത്ത വ്യക്തികളോട് ആൾക്കാർ പറയുന്നുണ്ട്, ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതെ, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴും ചീറ്റ് ചെയ്യപ്പെടുമ്പോഴും ശരിക്കും റിയൽ വേൾഡിലുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള കണക്ഷൻസ് ആൾക്കാർ വിട്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെയാണ് ഇവൻ ബാക്കിയുള്ളവരെന്നുള്ള ജഡ്ജിയാണ്. എക്സാക്ട്ലി ഈ പറയുന്നത് പോലെ. ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരാളെ ലൈക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പേടിയാണ്. ഇപ്പം ഞാൻ പേഴ്സണലി പറയാം, അറ്റ് എ പോയിന്റ് എനിക്ക് ലൈഫിൽ ആൾക്കാരുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത് ഭയങ്കര പേടിയായിരുന്നു. അത് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അത് ഞാൻ ഓപ്പൺലി എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഒരാളും എൻ്റെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യരുതെന്ന് എനിക്ക് അത്രയും നിർബന്ധമായിരുന്നു. പക്ഷേ ആഫ്റ്റർ എ പോയിന്റ് വെൻ ഐ മെറ്റ് സമ്മൺ സ്പെഷ്യൽ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലൈഫിലേക്ക് റാൻഡമായിട്ടാണ് കയറി വരുന്നത്. അപ്പം ആളാണ് എനിക്ക് വീണ്ടും മറ്റൊരാളിൽ വിശ്വസിക്കാൻ ഒരു ധൈര്യം തരുന്നത്. ഓക്കെ, അപ്പം അത് എന്നെ ഒരുപാട് മാറ്റി. എൻ്റെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലൈഫിൽ ആൾക്കാർ വന്നാലും പോലും ലൈക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ദേ വിൽ ഓൾ ബി ദെയർ. അതായത് അവരൊരു മെമ്മറി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലൈഫിൽ എവിടെയൊക്കെ ഉണ്ട്, മേ ബി എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു വരുമായിരിക്കും. പക്ഷേ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഇത് എനിക്ക് ആ തിരിച്ചറിവ് വരാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലൈഫിൽ വരേണ്ടി വന്നു. മേ ബി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലായിരിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ കണക്ട് ചെയ്യുന്നില്ല, ഒരുപാട് കണക്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് ഈ പറയുന്ന പോലെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിക്കഴിഞ്ഞാൽ പലർക്കും പല പ്രശ്നങ്ങളും ലൈഫിൽ നിന്ന് കളയാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് പുറത്ത് പറയാതിരിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നാം. എനിക്ക് എൻ്റെ ലൈഫിൽ ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ആയ ഒരു ഫ്രണ്ടിന് ഒരു 4 months ഞങ്ങൾ കണക്ഷൻസ് ഉണ്ട്. അപ്പം പുള്ളിക്കാരന് സംസാരിച്ച സമയത്ത് എനിക്ക് ഒരുപാട് പേഴ്സ്പെക്റ്റീവുകൾ കിട്ടി. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്, ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ഐഡിയ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സമയത്താണ് ഒരു 4 months. അതായത് ഈ എൻ്റെ ലൈഫിൽ ആ പുള്ളിക്കാരൻ വന്ന സമയത്താണ് എനിക്ക് ഇത്രയും ഇങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവും കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇത് ഹെൽപ്പ് ചെയ്ത് എന്നെ മാത്രമല്ല കേട്ടോ, എൻ്റെ സറൗണ്ടിങ്സിനെ അത് ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് എൻ്റെ ലൈക്ക് എനിക്ക് അറിയുന്ന എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ഒരു ചെറിയൊരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഫാമിലി ഇഷ്യൂസ് എന്താണെന്ന് കാര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. പുള്ളിക്കാരൻ ഒരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പുള്ളി ഒരു 3 to 4 days ആയി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു ഇരുത്തി സംസാരിക്കുകയാണ്. അതായത് എനിക്കറിയാം ഇത് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനിത് പഠിച്ചു. ഈ ഒരു പിന്നെ പുള്ളിക്കാരൻ എനിക്ക് ഐഡിയ കിട്ടിയതിന് ശേഷം ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമുണ്ട്, പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, വളരെ ചെറിയ പ്രശ്നമാണ്. പക്ഷേ ഈ പ്രശ്നം സംസാരിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം തീരുകയും ചെയ്യില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ, ഈ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആരാണോ, ചിലപ്പോൾ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ഉമ്മയായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ഉപ്പയായിരിക്കാം, ചിലപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരാളല്ല, അയാൾ എനിക്ക് കണ്ടിട്ട് തോന്നി എനിക്ക് അയാളോട് സംസാരിക്കണം. ഇത് ഇന്ന് സംസാരിച്ചിട്ട് മാത്രമേ നാളെ നമ്മൾ കാണുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സംസാരിച്ച് കഴിഞ്ഞു. പിറ്റേ ദിവസം പുള്ളിക്കാരൻ മറന്നുപോയി, ഞാൻ ഇത് ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് വിട്ടു. ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി. പുള്ളിക്കാരൻ ഒരു ദിവസം വന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സംസാരിക്കാം. നേരെ വന്നിരുന്നു. എൻ്റെ പ്രശ്നം ഞാൻ സംസാരിച്ച് തീർത്തിട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നന്നായി. എനിക്ക് എക്സ്പ്രഷൻസ് തരില്ല, കാരണം എനിക്കറിയാം ഇത് സംസാരിച്ച് തീരുന്ന പ്രശ്നമുള്ളൂ. പിന്നെ പുള്ളി ബാക്ക് ഓൺ ട്രാക്ക്, അതായത് പണ്ടത്തെ ലൈഫിലോട്ട് പുള്ളി തിരിച്ചു വരികയാണ്. കാരണം ഇത്രയും പറഞ്ഞു തീർന്നാൽ കഴിഞ്ഞ പരിപാടി. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു ലൈക്ക് ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് യുദ്ധങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ അതൊക്കെ ലൈക്ക് ഇതൊന്നും ചെറിയ പ്രശ്നമൊന്നുമല്ല, ഒരാളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് സംസാരിക്കേണ്ട പോലെ സംസാരിക്കണം. സംസാരങ്ങൾ പ്രശ്നങ്ങൾ കൂട്ടാനും വഷളാക്കാനും പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു പ്രോപ്പർലി മനുഷ്യനോട് സംസാരിക്കാൻ. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ സംഭവം, അതും സംസാരത്തിന്റെ വേറൊരു വേർഷനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ
ചേട്ടാ ഒന്ന് മാറിയിരിക്കുമോ എന്ന് ചോദിച്ചെടുത്ത് ഇല്ല ഇരിക്കാൻ പറ്റില്ല. പറ്റില്ല. അത് ആളൊരു നോ പറഞ്ഞാൽ ഓക്കെ ഫൈൻ എന്ന് പറയുന്നിടത്ത് ആള് ട്രിഗേർഡ് ആവുകയാണ്. അപ്പം ഇത് ആള് മാത്രം ട്രിഗേർഡ് ആവല്ല, നമ്മള് ഞാൻ അല്ല ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഫുഡ് കഴിക്കാൻ പോയി. അപ്പം ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോഴിക്കോട് അലിക്കാട് ബിരിയാണി കട ഭയങ്കര ഫേമസ് ആണ്, റീലിലൊക്കെ ഭയങ്കര ഫേമസ് ആയതാണ്. ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അപ്പൊ അലിക്കാട് നമ്മുടെ ടൗൺ സ്റ്റേഷന്റെ അടുത്താണ്. അപ്പം അവിടെ പോയി അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അപ്പം ലൈക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. പക്ഷെ അവിടുന്ന് ഫിഷ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ എപ്പോഴും ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റാറില്ല, ഒടുക്കത്തെ തിരക്കാണ്. പക്ഷെ ഇന്ന് ഇരിക്കാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഒരു ടേബിളിൽ ഡയഗണലി 2 പേര് ഇരിക്കുന്നുണ്ട്. അപ്പം അതിലൊരു ചേട്ടൻ്റെ ഇലയിൽ ജസ്റ്റ് ഈ പറയുന്നത് പോലെ ലൈക്ക് സാലഡും അച്ചാറും മാത്രം വിളമ്പിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പം ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ആളപ്പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്കും സഫാനും പ്രോപ്പർലി അവിടെ ഇരുന്ന് കഴിക്കാലോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഒന്ന് അപ്പുറത്തേക്ക് ഇരിക്കാമോ എന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ ആദ്യം ഒന്ന് എഴുന്നേക്കാം എന്നുള്ള രീതിയിൽ നിന്നിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇല്ല ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ യുക്തിക്ക് അത് ഓക്കെ ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ എഴുന്നേക്കേണ്ട കുഴപ്പമില്ല, ഞാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സഫ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല, സൈഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നിടത്ത് ഒരാളെ എഴുന്നേൽപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതൊരു തെറ്റല്ല, ഞാൻ മിക്കപ്പോഴും നിന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഇരിക്കാനൊരു സ്പേസിന് വേണ്ടിയിട്ട് ആളോട് അങ്ങോട്ടേക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുള്ളൂ. ബിക്കോസ് അതിൻ്റെ അപ്പുറത്തെ കോർണറിലേക്ക് സഫാന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പം ആള് വീണ്ടും ഞങ്ങൾ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. ബിക്കോസ് ആള് ട്രിഗേർഡ് ആയിട്ടുണ്ടാവാം മേ ബി ഞാൻ അങ്ങനെ എഴുന്നേക്കാൻ പറഞ്ഞതുകൊണ്ട്. അപ്പം സംസാരത്തിന് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് മാറി. ഞാൻ ഓക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ അവിടെ ഇരുന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മാറി. ഹോട്ടലിൽ വേറെ ഒരു ആൾ വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അത് പ്രശ്നമില്ല നിങ്ങൾ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ സ്ഥലമാക്കി തന്നെ ഞങ്ങൾ ഇരുന്നു. നമ്മളവിടെ ട്രിഗർ ആയെങ്കിൽ അവിടെ ഒരു അതെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആള് പറഞ്ഞ അതേ ടോണിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി അതൊരു എന്താ ഒരു പ്രശ്നത്തിലേക്ക് മാറിപ്പോയേനെ. അതെ അതാണ് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സംസാരം കാരണമാണ്, പ്രശ്നങ്ങൾ തീരുന്നതും സംസാരം കാരണമാണ്. പക്ഷെ അത് എങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ സെയിൽസിൽ എപ്പോഴും വരുന്ന കാര്യമാണ്. എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിലല്ല, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പം അത് വലിയൊരു ഫാക്ടറാണ്. എന്ത് കാര്യം നമുക്ക് ഏറ്റവും നന്നായിട്ടും പറയാം, ഏറ്റവും മോശമായിട്ടും പറയാം. അപ്പൊ അത് വലിയൊരു ഫാക്ടറാണ്. അതെല്ലാവരും ലൈഫിൽ പഠിക്കേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നമ്മൾ സംസാരിച്ചു വന്നുകൊണ്ടിരുന്ന ടോപ്പിക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഹെൽത്ത്, ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ സംസാരിച്ചു വന്നാൽ നമ്മൾ വീണ്ടും നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് വന്നു. ഒന്ന് ബാക്ക് ഓൺ ട്രാക്കിലോട്ട് വന്നാൽ അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് ഒന്ന് ട്രാക്ക് ചെയ്യാണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് നമ്മുടെ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് മോസ്റ്റ് പ്രോബ്ലി എല്ലാ ആൾക്കാരും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് സഫാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ പറയുന്ന മാർക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ സ്ട്രോങ് സഫാനാണ് എന്നെക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ലൈക്ക് ഇഫ് എ കോമൺ മാൻ, ഓക്കെ, ഒരു കോമൺ മാൻ, ആൾക്ക് ഫൈനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻ എ ഫൈനാൻസ് സെക്ടർ? അതായത് ആളുടെ വെൽത്ത് കയ്യിൽ കിട്ടുന്ന എമൗണ്ടിനെ ആൾക്കൊന്ന് പ്രോപ്പർലി മാനേജ് ചെയ്യണം, പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഗ്രോ ചെയ്യണമെന്നുണ്ട്. എവിടെ ആയിരിക്കണം അയാൾ ആദ്യമായിട്ട് തുടങ്ങേണ്ടത്? പിന്നെ അയാളുടെ ജേണി എങ്ങനെയായിരിക്കണം? ഞാൻ സജസ്റ്റ് ചെയ്യാം നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നല്ലൊരു ഫണ്ട് മാനേജർ കണ്ടുപിടിച്ച് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളുണ്ട്. നമുക്ക് അതായത് നമ്മൾ ചെയ്യേണ്ട ആൾക്കാർ ചെയ്തോളൂ. അതായത് ഫണ്ട് മാനേജേഴ്സിന് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് കാര്യമാണ് റൈറ്റ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളത് മാത്രം ചെയ്താൽ മതി. എനിക്കൊന്നും അതും ഈസിയാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അതായത് നമ്മളെ വേൽത്തുമ്പിലുണ്ട് സാധനം. ഒരു മാസം ഒരു ലൈക്ക് ഒരു 1000 രൂപ 2000 മാറ്റി വെക്കാൻ പറ്റുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടാണ്. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനാണെങ്കിലും ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ചോദിക്കാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഓക്കെ മ്യൂച്വൽ ഫണ്ട്സ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ആൻഡ് ഒരു സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോകണം എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആൾക്കുള്ള സജഷൻ എന്തായിരിക്കും? ഞാൻ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്കൊരു ഇയർലി ഒരു 10-15% നമുക്ക് വളരെ സേഫ് ആയിട്ട് പോകാം. 10-15 എന്നൊക്കെ പറയുമ്പോൾ ബാങ്കിനെക്കാളും കൂടുതൽ. അയ്യോ, ബാങ്കിന്റെ ഒരു ഇരട്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ സേഫ് ആയിട്ട് നമുക്കൊരു ബാങ്കിന്റെ ഇരട്ടിയാണ്. അതായത് സംബന്ധിച്ചിടത്തോളം നമ്മുടെ FDന്റെ റിട്ടേൺസിന്റെ നേരെ ഇരട്ടി നമുക്ക് എന്ത് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട്. ലോക്ക് ഇൻ പീരീഡ് ഒക്കെ ഉണ്ടാവും? ലോക്ക് ഇൻ പീരീഡ് ഇല്ല. ലോക്ക് ഇൻ പീരീഡ് നമുക്ക്
വിഡ്രോ ചെയ്യാൻ വേണ്ടി, അതായത് എപ്പോഴാണോ നമ്മൾ ലൈക്ക് അതായത് എനിക്ക് തോന്നുന്ന ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഏറ്റവും ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് പ്രോപ്പർലി നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് ഒരു 6 months ഒക്കെയാണ് ഇനീഷ്യൽ ലോക്കിംഗ് പീരീഡ്, എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി ഈസിയാണ് ആൾക്കാർ സംബന്ധിച്ചത്. പിന്നെ റിട്ടേൺസ് വൈസ് നോക്കുന്ന സമയത്ത് FD ഇപ്പോഴത്തെ ഞാൻ നോക്കിയ സമയത്ത് അറൗണ്ട് ഒരു 6% ഒക്കെ 6 to 7% ആണ് ആനുവൽ റിട്ടേൺസ് എന്നുള്ളത്. അത് നമ്മൾ ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 0 മൈനസിലോട്ടൊക്കെ വരുന്നത്. അതായത് ഇൻഫ്ലേഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഇൻഫ്ലേഷൻ അറൗണ്ട് 6% ആണ്. എനിക്ക് തോന്നുന്നു ഇൻഫ്ലേഷനിൽ മാറ്റം വന്നിട്ടല്ലേ, കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് ഇതിനിടെ ഞാനും ബെൻസൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ റാൻഡംലി ചെക്ക് ചെയ്തതാണ്. അപ്പം ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ഇൻ എ ബെറ്റർ സ്റ്റേജ് എന്നുള്ളൊരു അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണത്. അപ്പം അത് നല്ലൊരു പോസിറ്റീവ് നോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല, നമ്മുടെ പ്ലസ് പോയിന്റ് ആണ് അത്. കാരണം കുറേ ബ്യൂട്ടിഫുൾ. പക്ഷെ ഞാൻ പറയണത്, അതായത് ഞാൻ നോക്കിയ സമയത്ത് 6%, അതായത് നമ്മുടെ FD റിട്ടേൺസ് കിട്ടുന്ന റിട്ടേൺസ്, അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത സിമിലർ ആണ്. അതായത് ഒരു 1000 രൂപയാണ് ബ്രേക്ക് ഈവൻ ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതായത് വെറുതെ നമ്മൾ ഫണ്ട് അവിടെ വെക്കുന്നത് പോലെ അല്ലേ? അതെ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഇപ്പോൾ കോമൺലി നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നൊരു സാധനമാണ് കുറി ചിറ്റ് ഫണ്ട്സ് കാര്യങ്ങൾ. അപ്പം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റില്ല. എന്തുകൊണ്ടല്ലേ? അതിനൊരു എക്സ്പ്ലനേഷൻ പറയണത്. നമുക്ക് ഞാൻ സിമ്പിൾ എക്സ്പ്ലനേഷൻ പറയാം. നമുക്ക് റിട്ടേൺസ് കിട്ടാതെ ഒരു കാര്യവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഓക്കെ. അതിപ്പം നമ്മളൊരു വീട് എടുക്കുന്നുണ്ട്, നമ്മളൊരു വണ്ടി വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ നമ്മളൊരു ലാൻഡ് വാങ്ങി വെക്കുന്നുണ്ട്. അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ്സ് എ ലയബിലിറ്റി ആണ്. അതായത് എന്തോ ആയിക്കോട്ടെ. അപ്പം ഇപ്പൊ സഫോൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് നെഗറ്റീവ് ROI ഉള്ളതൊന്നും നമുക്കൊരു അസറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്നത് പോലെ പോസിറ്റീവ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് പറയാമോ ഒരു കോമൺ ഓഡിയൻസിന് വേണ്ടി? കോമൺ ഓഡിയൻസിന് നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന കാര്യങ്ങൾ, ഒന്ന് മ്യൂച്വൽ ഫണ്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന കാര്യം. അതുതന്നെ FDs, അതായത് FD റിട്ടേൺസ് വൈസ് കുറവാണെന്നുണ്ടെങ്കിലും ഒരു 6% 7% ഒക്കെ ഓൺ ആൻ ആവറേജ് ആനുവൽ, അതായത് ബ്രേക്ക് ഈവനിൽ നമുക്ക് പോവാം. നല്ല. പിന്നെ അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ്, അതായത് ഞാൻ കണ്ടത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റിയിലാണ്. അതായത് ഓൺ ആൻ ആവറേജ് ഒരു ഏറ്റവും സേഫ് ആയിട്ട് 30 അല്ലെങ്കിൽ 25% നമുക്ക് ഓൺ ആൻ ആവറേജ് നമുക്ക് ലോങ് റൺ ഒരു ഇയർലി വെച്ച് നമുക്ക് റിട്ടേൺസ് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഏറ്റവും ബേസിക് നമ്പറാണ്. പക്ഷേ ഇതിലോട്ട് വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് വരുന്ന സമയത്ത് റിസ്ക് ഉണ്ട്. കാരണം നല്ല റിസ്ക് ഉണ്ട്. അതായത് റിസ്ക് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം റിസ്ക് ഉണ്ട് പ്രോപ്പർലി. അതായത് ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. അതായത് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല കേട്ടോ, അതായത് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇൻ എ ലോങ് റൺ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ അവിടെ ബ്രേക്ക് ആവാൻ, അല്ലെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ആയി പോകും. അപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്താ ഇക്വിറ്റിയിലൊക്കെ നമുക്ക് ഒരു 25% ഒക്കെ നമുക്ക് ഒരു ഓൺ ആൻ ആവറേജ് റിട്ടേൺസ് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളതിനെക്കുറിച്ച് സ്റ്റിൽ അതിൻ്റെ ഒരു ലൈക്ക് നോട്ട് പറയാണ്, നമ്മളതിനെക്കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് റിട്ടേൺസിലോട്ട് വരുന്ന കാര്യങ്ങൾ വരുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കോമൺലി ഉള്ളൊരു തോട്ടല്ലേ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ, പിന്നെ ഈ പറയുന്ന ഫോറക്സ് ട്രേഡിംഗ്, അതൊക്കെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണോ ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം? കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. കാരണം ഒന്നാമത്തെ കേസ് ബിറ്റ്കോയിൻ ഇപ്പം ലൈക്ക് റീസെന്റ് മെനഞ്ഞാന്നാന്ന് തോന്നുന്നു നമ്മളൊരു 1 ലക്ഷം ടച്ച് ചെയ്തത്, $1 lakh ടച്ച് ചെയ്തത്. അതായത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 2017 എനിക്ക് തോന്നുന്നു ഒരു 4 lakh ആ ഒരു ഇന്ത്യൻ റുപ്പി 4 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പിയുള്ള സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതായത് ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് അറിയായിരുന്നു. അപ്പം ഇപ്പം നോക്കുമ്പോൾ അത് 1 ലക്ഷം ആയിട്ട് ഏകദേശം ഒരു 90 lakh ഓൾമോസ്റ്റ് 1 CR എടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ലൈക്ക് അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം അന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാക്ക് ഓഫ് നോളജ് ആണ്, അറിയില്ല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, അതായത് പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം, അതായത് ലൈക്ക് ഞാൻ അന്ന് കുറെ ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, അന്ന് കുറെ ഗോൾഡ് വാങ്ങിച്ചു. എൻ്റെ ഉപ്പയൊക്കെ പറയുന്നതൊക്കെ, അതായത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളി 2000 രൂപ ഗോൾഡിനുള്ള സമയത്തൊക്കെ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് അറിയായിരുന്നു. അപ്പം ഇൻ എ ലോങ് റൺ പരിപാടി ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഇപ്പം ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റാലിറ്റി പരിപാടി, ഇൻവെസ്റ്റ്മെന്റ്സിന് ബ്യൂട്ടിഫുൾ. അത് ക്രിപ്റ്റോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന് ബെറ്റർ ആണ്, പക്ഷേ അതിനെക്കുറിച്ച് ഐഡിയ അറിയണം. അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റ്സ്, ഇപ്പം ഫോറക്സ്, ആശു പറഞ്ഞത് ഫോറക്സ് എന്ന് പറയുന്നത് അടിപൊളി ഭയങ്കര ലിക്വിഡേറ്റഡ് മാർക്കറ്റ്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ട്. അത് ട്രേഡിംഗ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ഞാൻ കുറച്ചും കൂടി സജസ്റ്റ്, ട്രേഡിംഗിന് ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ്സ് പഠിച്ചിരിക്കണം, എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ആൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ AI ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്
ഇപ്പം റീസെൻ്റ്ലി ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 91 lakhs ലോസ് വന്നൊരു വ്യക്തിയെ കുറിച്ച്. അപ്പം അങ്ങനെ ആൾക്കാർ ഈ സ്കാമുകളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയാനുള്ള മേജർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 weeks ബാക്ക് ഞാൻ ഒരു ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈക്ക് ഒരു ആസ്പിരൻ്റ് വിളിച്ചാണ്. ആള് വിളിച്ച് സംസാരിച്ച സമയത്ത് ഏകദേശം 30 ലക്ഷം രൂപ ആള് ഈ പറയുന്ന സ്കാമിൽ പെട്ടുപോയി. അതായത് ലോൺ എടുത്ത് റേസ് ചെയ്ത എമൗണ്ട് ആണ്. ഇന്ന് അയാൾ വർക്ക് ചെയ്യുന്നത് 50K സാലറി ഉണ്ട്, 55K സാലറി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന 30 ലക്ഷത്തിൻ്റെ EMI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 51,000 52,000 ആണ്. അപ്പം ആളുടെ വൈഫ് വർക്കിംഗ് ആണ്. അങ്ങനെയാണ് ഫാമിലി മുന്നോട്ട് പോകുന്നത്. എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടാണ് ആൾ വിളിച്ചത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സജഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആൾ ട്രാപ്ഡ് ആണ്. ഇതേപോലെ എൻ്റെ ഒരു കൊളീഗ് ഇന്നലെ എന്നോട് പറയുകയുണ്ടായി, കഴിഞ്ഞ ഒരാഴ്ചയിൽ ആൾ സംസാരിച്ച ഒരു കുറച്ച് ആൾക്കാരിൽ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് അവരിൽ നിന്ന് മാത്രം ഏകദേശം 1 CR കൂടുതൽ രൂപ, ഇന്ത്യൻ റുപ്പി, ഈ പറയുന്ന സ്കാമുകളായിട്ടും ലോസ് ആയിട്ടും പോയിട്ടുണ്ട്. ലാക്ക് ഓഫ് നോളേജ് കൊണ്ട് സംഭവിച്ചാണ്. അപ്പം ഇതിന് സഫാൻ എന്താ പറയാനുള്ളത്? ഇതിൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് എനിക്കറിയാം. കാരണം എന്നെ റിലേറ്റ് ചെയ്യുന്ന, എനിക്കറിയുന്ന ഒരുപാട്, എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്കാമുള്ള ആൾക്കാർ പെടുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ആശയം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിട്ടേൺസ് തരുന്ന എന്തും ഗ്രാറ്റിഫിക്കേഷൻ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ തന്നെ പോൺസി സ്കീമുകൾ അതായത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്. കാരണം ഒരിക്കലും ഞാൻ ലൈക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ, അതായത് 5 ഇട്ടാൽ 10 കിട്ടുന്നൊരു സ്കീം ആക്ച്വലി ഇല്ല. ഞാനത് എന്താ പറയുക, പൈസ വെറുതെ കിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അതെ, നമ്മൾ അതിനുവേണ്ടി മെനക്കെടും. കാരണം ഒരുപാട് ആൾക്കാർ, അതായത് ഇപ്പം ആ ഒരു 91 ലക്ഷം രൂപ പുള്ളിക്കാരൻ സ്പെൻഡ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു IT എംപ്ലോയി എന്താ പറഞ്ഞത്, അതായത് പുള്ളിക്കാരൻ ആൽഗോ ട്രേഡിംഗ് മാസം ഇത്ര രൂപ പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് തരുമെന്ന് പറയണം. ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് ലൈക്ക് ഞാൻ ഓലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, ഒരു ബാങ്കിന്റെ സ്റ്റാഫാണ്. അപ്പം ആള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം ലൈക്ക് ആൾക്ക് ആളുടെ അസറ്റ്സ് കാര്യങ്ങൾ ഇതേപോലെ റാൻഡംലി എല്ലാം ട്രൈ ചെയ്യും. അതായത് ഇന്നിപ്പം സഫാൻ ഇപ്പോൾ ഒരു സ്കീമുമായിട്ട് ആളുടെ മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ചെയ്യാം, ഇതായിരുന്നു ആളുടെ പരിപാടി. അപ്പം ആ ഒരു മൂഡിൽ ഇങ്ങനെ ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത്. അപ്പോൾ അന്ന് അവിടെ ആർക്കും അങ്ങനെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയില്ല. അപ്പം ഞാൻ ഓലയിലേക്ക് പോകാനുള്ള കാരണം തന്നെ, എഞ്ചിനീയറിംഗ് നിർത്തി ഓലയിലേക്ക് പോകാനുള്ള കാരണം തന്നെ എനിക്ക് ട്രേഡിംഗ് കരിയർ, അതായത് എൻ്റെ ട്രേഡിംഗ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു വർക്കിലേക്ക് മാറണം എന്നുള്ളതുകൊണ്ടായിരുന്നു. അപ്പം എനിക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എൻ്റെ മാനേജറൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. അപ്പോൾ ആളൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ വ്യക്തിയെ ഞാൻ കാണുന്നത്. അപ്പം ആൾ വല്ലപ്പോഴൊക്കെ അവിടെ വരും. ഇപ്പോൾ വന്ന് എല്ലാവരോടും ഇത് ഞാൻ ഇന്ന് ഇത്ര കാശിട്ട് ഇത്ര പൈസ ഉണ്ടാക്കി ഈ സാധനം പറയും. ആളുടെ ലൈക്ക് ഈ പറയുന്ന ഡാഷ്ബോർഡ് എടുത്ത് കാണിക്കും, ഇങ്ങനെ സംസാരിക്കാം. അപ്പം ഞാനതിന് വലിയ മൈൻഡാക്കി, ബിക്കോസ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പം അവിടെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് അവരെന്നോട് ചോദിച്ചു, എടാ ഇത് ചെയ്യാൻ പറ്റും, നീ ഓൾറെഡി ചെയ്യുന്നല്ലേ എന്ന് വെറുതെ എന്നോട് ചോദിച്ചു. എന്ന് വെച്ചാൽ എന്നെക്കാളും മുന്നേ അവർക്ക് ആ ചേട്ടനെ പരിചയമാണ്. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാനത് ചെയ്യില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലോജിക്കാണ്. അതിലാൾ പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലെ അത് ഓൺ ചെയ്ത് വെച്ച് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഓഫ് ചെയ്താൽ മതി, എനിക്ക് ഇത്രയും പ്രോഫിറ്റ്സ് കിട്ടും എന്നുള്ളത്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും അത് ചെയ്താൽ പോരെ. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം പഠിച്ച് ചെയ്യേണ്ട, പ്രൊഫഷണലി ചെയ്യേണ്ട ഒരു സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യും, എനിക്ക് അതെന്താ പരിപാടി എന്നല്ല. അപ്പം ഇവരെന്നെ പിന്നെ അവസാനം പറഞ്ഞ് കമ്പൽ ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ആളുടെ സംസാരിച്ചപ്പോൾ ആൾക്ക് പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് ആൾ ഈ പറയുന്നത് ജസ്റ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഇത്രേ ആൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ടോപ്പിലുള്ള ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് ഞാൻ സംസാരിച്ചു കേട്ടോ. അപ്പം അവർ ആ സമയത്ത് ഫൊറക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഫൊറക്സിൽ ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ. അതായത് ഈ പറയുന്ന ഫോറിൻ ബ്രോക്കേഴ്സ് യൂസ് ചെയ്ത് ചെയ്യരുത്, അങ്ങനെ ട്രാൻസാക്ഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇത്ര ലക്ഷത്തിന് മുകളിലാവരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഈ ഒരു ഗ്രേ ഏരിയക്ക് അപ്പുറത്തേക്കുള്ള എമൗണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് അവർ പറയുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5,000 ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒരു 6 monthsനുള്ളിൽ തന്നെ ഏകദേശം ഒരു 10-15 ലക്ഷത്തിലേക്ക് അത് റേസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ അതെങ്ങനെയാണ്, എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം അതായത് ഇവർ പറയുന്നത് നമ്മുടെ എമൗണ്ട് എവിടെയും പോകുന്നില്ല, നമ്മുടെ എമൗണ്ട് നമ്മളവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷണലി പ്രോഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് ചോദിച്ചു, ഓപ്പൺലി ചോദിച്ചു, അതെങ്ങനെയാണ്, അതിൻ്റെ പരിപാടി എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതൊരു ഇപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ആണെങ്കിലും നമ്മൾ ആ കറൻസി ഈ പറയുന്ന പിപ്സ് വാങ്ങുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അതിൻ്റെ ഡിഫറൻസസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അത് ചോദിച്ച സമയത്ത് ഇവർക്ക് ആൻസർ ഇല്ല. ഇവരിങ്ങനെ ബ്ലഫ് ചെയ്യാം. അതായത് സ്പീക്കറിലിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇയാളെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. ബിക്കോസ്
എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു പ്രോപ്പർലി ഒരു സ്കാം ആണെന്ന് എൻ്റെ ഉള്ളിലുണ്ട്. ബിക്കോസ് ഞാൻ അതിനെ തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ശരിയായിരിക്കും തെറ്റായിരിക്കും എനിക്കറിയില്ല. അപ്പോൾ സംസാരിച്ച് അവസാനം പറഞ്ഞു വന്ന സമയത്ത് ആളെന്നോട് പെട്ടെന്ന് റൂഡായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ഞാൻ റെഡിമേ ചെയ്ത് തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപ ലൈക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡിലി തരാം. അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് വേണ്ട, എനിക്ക് എൻ്റെ മണി നിങ്ങളുടെ അടുത്ത് ഞാൻ തരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതെങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതിന് ഉത്തരങ്ങളില്ല, കാരണം ഉത്തരങ്ങൾ അവർക്കില്ല, ഉത്തരങ്ങൾ തരാൻ ഉത്തരങ്ങളേ ഇല്ല അതിന്. അതായത് ഈ പറയുന്ന അന്ന് അങ്ങനെ ഒരു കോൾ ചെയ്തതുകൊണ്ട് മാത്രം അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൊളീഗ്സ് ഈ പറയുന്ന സ്കീമിലേക്ക് ചേരാണ്ടിരുന്നു. പിന്നെ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പം ഒരു വലിയ ന്യൂസ്, അതായത് അന്ന് ആ സമയത്ത് കണ്ടത് ഏറ്റവും വലിയ സ്കാമുകളിൽ ഒന്നായിട്ട് അത് മാറി. അപ്പം അത് പ്യൂർലി ഒരു പോൺസി സ്കീമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതല്ലേ സംഭവം, ഇതാണ് ഞാനന്ന് പറഞ്ഞത്. അത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടുവന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ഇത് എത്ര മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോഴും സ്റ്റിൽ, അതായത് എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഒരു അറൗണ്ട് ഒരു 15 ലക്ഷം രൂപ ഈ ഒരു ലൈക്ക് ഒരു സ്കാമിന് കൊണ്ടൊരു കളഞ്ഞിട്ടുണ്ട്. 15 ലക്ഷം രൂപ അത് കളഞ്ഞു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു, കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി വേറെ ഇങ്ങനത്തെ ഒരു ലൈക്ക് ഒരു സ്കാമിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ റേസ് ചെയ്ത കാര്യം എനിക്കറിയായിരുന്നു. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വിശ്വസിക്കുകയാണ് നമുക്കിത് റിട്ടേൺസ് തരും. എനിക്കിപ്പോഴും ഞാൻ, അതായത് ഒന്നാമത്തെ കേസ്, ഞാൻ ഒരാളുടെ അടുത്ത് ഫണ്ട് മാനേജ് ചെയ്യാൻ കൊടുത്തു, അയാൾ എനിക്ക് റിട്ടേൺസ് തരുന്നതിനെ കുറിച്ച് ഞാൻ അത് അത്ര ഓക്കെ ആവുന്ന ഒരാളല്ല. കാരണം ഒന്നാമത്തെ കേസ് ചിലപ്പം ഇപ്പം ലെറ്റ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, എനിക്ക് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. ഇപ്പോൾ ലെറ്റ്സ് ആശിച്ച് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, ഇപ്പം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ ചോദിക്കാം, ആശിച്ച് തുടങ്ങുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാനൊരു ഇൻവെസ്റ്ററായിട്ട് ചെയ്യണം, കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ ആശിച്ച് ചെയ്യുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആശിച്ച് പറയും ഞാൻ മാസം ഇത്ര രൂപ ഞാൻ നിനക്ക് പ്രോഫിറ്റ് ആയിട്ട് തരും. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈവൻ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കണം, ഉറപ്പായിട്ട് നോക്കണം. കാരണം അറ്റ് ദി എൻഡ് എൻ്റെ പൈസയാണ്, അതായത് ആശിഷിൻ്റെ പൈസ എൻ്റെ കയ്യിൽ തരുന്നുണ്ടെങ്കിൽ ആശിഷ് കെയർ ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഞാനത് കെയർ ചെയ്യില്ല. സീരിയസ്ലി ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യില്ല. അല്ല, എനിക്ക് തോന്നുന്നു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻസ് അത്രയും ട്രിഗർ ആവാനുള്ള കാരണം അതാണ്. ബിക്കോസ് നമ്മുടെ മണിയാണ്, നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത മണിയാണ്. അതെ, മറ്റൊരാൾക്ക് ആ ഇമോഷൻ വരില്ല, ഉറപ്പായിട്ടും വരില്ല. അപ്പം അതിന് ബെനിഫിറ്റ്സും ഉണ്ട്, മോശമുണ്ട്. ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇമോഷൻസ് ഇല്ലാതെ അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൊഫഷണലാണ്. പക്ഷെ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ വെറുതെ ഗാംബിൾ ചെയ്യും. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ലക്കി ഭാസ്കർ സിനിമയിൽ ഒരു സീനിൽ എന്തോ ദുൽഖർ പറയുന്നുണ്ട്, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് മാനാണ്. സോ ബേസിക്കലി ഈ പറയുന്നത് പോലെ ഗാംബിൾ ചെയ്യാൻ വേണമെങ്കിൽ ആധാരം വെച്ചിട്ടാണെങ്കിലും പൈസ ആൾക്കാർ ചെയ്യും. അതല്ലാതെ പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ നടക്കില്ല, അതൊക്കെ സമയം എടുക്കുക, അതൊക്കെ നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. അത് നമ്മളെ, അതായത് പേഴ്സണലി നമ്മുടെ സ്കില്ലിനോട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് നമ്മുടെ ഗ്രോത്തിനോട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ റെഡിയല്ല. അതൊക്കെ എന്താ പറയുക, ഒരു ഇൻ എ ലോങ് റൺ, അതായത് ചിലപ്പോൾ 5-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ റിട്ടേൺസ്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. കാരണം അതുകൊണ്ടാണ് ഇതിന്റെ ഫണ്ടമെന്റൽ പ്രശ്നം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെന്ന് തോന്നുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് ഇതൊന്നും കേട്ടിട്ടില്ല. കാരണം ഇതിപ്പം ഇതിൻ്റെ ഒരു നല്ലൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നേക്കാൾ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. കാരണം എനിക്ക് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവരിതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ്. കാരണം ഭയങ്കര എഡ്യൂക്കേഷൻ ഇത് നോക്കുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനേക്കാളും സർട്ടിഫിക്കേഷൻസ് വളരെയധികം ആൾക്കാർക്കുണ്ട്. അതായത് കേരളം എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷന് വാല്യൂ കൊടുക്കുന്നത് ഇപ്പം എനിക്കിപ്പോഴും ലൈക്ക് എൻ്റെ പാരൻസ് പറയുന്ന നിനക്ക് പഠിക്കാൻ എത്ര വേണമെങ്കിലും നീ പഠിച്ചോ, അതിന് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്നെ പഠിപ്പിക്കും, സ്പെൻഡ് ചെയ്യാം. അതായത് പഠിക്കുക എന്നത് കൊണ്ട് എല്ലാവരുടെ ഉള്ളിലുള്ള പിക്ചർ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പഠിത്തം എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷെ സ്കിൽസ് പഠിക്കുന്നതിനെ അത്രത്തോളം ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഈ പറയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കുന്ന, ഇപ്പം എൻ്റെ ലൈഫ് ജേണിയിൽ എനിക്ക് മനസ്സിലായ ഒരു സാധനം, ഇത് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഒരു സെക്കൻഡ് ഇയർ ആയ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകുന്നത്. അതായത് എഞ്ചിനീയറിങ്ങോടെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്ന പരിപാടി നിർത്തും. അത് ഞാൻ തീരുമാനിച്ച. അതുവരെ എനിക്ക് എംടെക് പ്ലാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന MBA MTech എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കേഷൻസ് എടുക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഒരു കോർപ്പറേറ്റ് ലൈഫിൽ പോകണം എന്നൊക്കെയായിരുന്നു. അപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നുന്നത്. ബിക്കോസ് സർട്ടിഫിക്കറ്റ്സിനല്ല, സ്കിൽസിനാണ് വാല്യൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്കിൽസ് അക്വയർ ചെയ്യും, പക്ഷെ ഒരിക്കലും സർട്ടിഫിക്കറ്റ്സിനായിട്ട് പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു ഫൺ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്
ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് ആളെന്നെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ആളുടെ കോളേജിൽ നിന്ന് MBA ചെയ്യാൻ ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് MBA ചെയ്യണമെങ്കിൽ ഏകദേശം 17 lakh rupees സ്പെൻഡ് ഉണ്ട്. അപ്പം ഞാനന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തിനാണ് അത്ര സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പം 2 വർഷം പഠിച്ച ആ ലയബിലിറ്റി തീർക്കാനായിട്ട് ഞാൻ വർക്ക് ചെയ്യണം, പിന്നെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഞാൻ അങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങൾ വരുമായിരുന്നു. പക്ഷേ അപ്പോഴാണെങ്കിൽ പോലും ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്തൊരു സാധനം ഇല്ല, ഞാൻ സ്കിൽ അക്വയർ ചെയ്യും, ഈ ജേർണിയിൽ ഞാൻ സ്കിൽസ് അക്വയർ ചെയ്ത് ഐ വിൽ ഗെറ്റ് ഇൻ ടു എ പൊസിഷൻ. അതായത് ലൈക്ക് ഞാൻ ഹാപ്പി ആവുന്ന, ഞാൻ ഓക്കെ ആവുന്ന, എന്നാൽ എനിക്ക് പ്രോപ്പർലി ഒരാളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ഇന്ന് ഞാൻ ഇപ്പം ഇരിക്കുന്ന ഈ പൊസിഷനിൽ ഐ എം നോട്ട് സീയിങ് ദറ്റ് ഞാൻ എവിടെ എത്തിയെന്നല്ല, ഒരുപാട് ജേർണി ഇനി പോകാണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് ഞാൻ നേടിയ ഈ പറയുന്ന എക്സ്പീരിയൻസ്, അതിലേറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു 1 year അത് തന്നെ പറയാം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കാണുന്ന 2024, ഇപ്പോൾ 2024 തീരാൻ പോവുകയാണ്. 2024 ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2024 എന്ന് പറയുന്ന വർഷം എനിക്ക് കൊണ്ടുതന്ന നോളജ് ഇൻ കരിയർ, ഇൻ ലൈഫ്, എവറിത്തിങ്, അത് ഞാൻ ഏത് കോളേജിൽ പോയി എത്ര കാശ് കൊടുത്ത് പഠിച്ചാലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഒരു ലൈക്ക് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പ്ലെയറിൽ ഒരാളായി ഇൻ ഹാൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. ഇത് ഞാൻ ആ പറയുന്ന MBA പഠിക്കാൻ പോയിരുന്നെങ്കിൽ എനിക്ക് പറ്റില്ലായിരുന്നു, ഒരിക്കലും പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഒരു MBA ഗ്രാജുവേറ്റിനെ എനിക്ക് ഹയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്നത് പോലെ സ്കിൽസാണ്, പെർസെപ്ഷനാണ്, വിഷനാണ് വേണ്ടതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവും. ഇതിപ്പം എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെ സിമിലർ. കാരണം ഞാൻ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറയുന്നതാണ് ഞാൻ ഇന്നിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയാം. അതായത് ഒരു പോയിന്റിൽ എല്ലാവരും ഇപ്പം ടിപ്പിക്കൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കും, പാസ്പോർട്ട് എടുക്കുക, ലൈക്ക് പുറത്തോട്ട് പോവുക, ഇങ്ങനെ ചിന്തിച്ചിരുന്ന എല്ലാവരും, അതായത് ലൈക്ക് എന്താ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പുറത്തു പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിച്ചിരുന്ന ഞാൻ ഭയങ്കര കംപ്ലീറ്റ് ഒരു സ്കില്ല് പഠിക്കാനും അതിനുശേഷം ഇതൊക്കെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ചൂസ് ചെയ്ത ലൈഫാണ്. കാരണം ഇതിൽ പ്ലസ് വന്നാലും മൈനസ് വന്നാലും അത് എൻ്റെ കാര്യം, എൻ്റെ കുറ്റം കൊണ്ടല്ലേ, എൻ്റെ മികവ് കൊണ്ട്, എൻ്റെ കഴിവുകൊണ്ടെന്ന് ആൾക്കാർ പറയല്ലോ. കാരണം ഇത് വേറെ ഒരാൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ലൈഫ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആയിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ ലൈഫ്, നമ്മുടെ പാരന്റ്സിന്റെ, നമ്മുടെ ഫാമിലീസ്, കാരണം അൺസർട്ടൺ ആയിട്ടുള്ളൊരു ജേർണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് പേടിയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, സെർട്ടൺ ആണെന്ന് പറയുന്ന ഈ ബാക്കിയുള്ള ജേർണി, എഡ്യൂക്കേഷൻ സിസ്റ്റം, പഠിക്കുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു, PG കംപ്ലീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് പോകുന്നു, രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പണിയെടുക്കുന്നു, അതിൽ നിന്നുണ്ടാകുന്ന സാലറി വെച്ച് ചിലവുകൾ തീർക്കുന്നു, വീണ്ടും ഇതിങ്ങനെ ഒരു 30 വർഷം പോകുന്നു, റിട്ടയർമെൻറ്റ് പോകുന്ന സമയത്ത് കുട്ടികൾ ജോലിക്ക് പോകുന്നു, കുട്ടികൾ വരെ നോക്കുന്നു. ഇതൊരു ലൂപ്പല്ലേ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നല്ലേ? പക്ഷേ ഈ ലൂപ്പ് ഒന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. കാരണം ലൈക്ക് നമ്മുടെ സൊസൈറ്റി നമ്മളെ ജഡ്ജ് ചെയ്ത് തുടങ്ങും. കാരണം ഭയങ്കരമായിട്ട്, അതായത് ഞാൻ എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്താ പറയുക ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ്. അതായത് ഒരു സമയത്ത് ഞാൻ ട്രേഡിങ് പഠിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് സമയത്ത്, കാരണം ഞാൻ ഇതിന് വേണ്ടി ചാർട്ടിന് വേണ്ടി രാവിലെ ഒരു മോർണിംഗ് ഒരു 9:15 മുതൽ കണ്ടിന്യൂസ് 3:30 വരെ മാർക്കറ്റ് ഹൗസിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഒരു ലാപ്പ് മുമ്പിൽ വെച്ച് അവിടെ ഇരിക്കുക. ഇത് കണ്ട സമയത്ത് ഫാമിലീസിൽ എനിക്കൊരു കല്യാണത്തിന് വരെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താ നിൻ്റെ മോൻ ചെയ്യുന്നത്, എന്താ അവൻ്റെ പരിപാടി, ആൾക്കാർക്ക് അറിയില്ല എന്താ പരിപാടി എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുമ്പം നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ ചോയ്സ്, വേറെ ഓപ്ഷൻ ഇല്ല, നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു പോയിന്റിലുണ്ട്. അതായത് ഡു ഓർ ഡൈ. എക്സാക്ട്ലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ ശരി തെറ്റെന്നല്ല, ഞാൻ ആ തീരുമാനം എടുത്തു, ഇനി അത് ശരിയാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫൈനാൻസ് എന്താണ്, ഓരോ ജോലിയും എന്താണ്, ഓരോ ജോലിയിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു കുട്ടിയോട് ഏറ്റവും ചെറുപ്പത്തിൽ ചോദിക്കുന്നതാണ് വലുതാകുമ്പോൾ എന്താവണം എന്നുള്ളത്. ആ കുട്ടി ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ മേജർ അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ പോളിഷ് ചെയ്യപ്പെട്ട എന്തെങ്കിലും ഒരു ജോബ് റോൾ അല്ലാതെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പഠിച്ചു വന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾ പിന്നെയും കുറച്ചും കൂടെ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് വന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇരുന്നിരുന്നു, എനിക്കൊരു ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരുമിച്ചുണ്ടായ എൻ്റെ ആ സമയത്തല്ലേ നമ്മുടെ ബെസ്റ്റ് ബഡീസിലുള്ള ആളെന്ന്, എനിക്കൊരു ഓട്ടോ ഡ്രൈവർ ആണോ. അപ്പം എല്ലാവരും കുട്ടിയെ നോക്കി ചിരിക്കുക. കാരണം ഓട്ടോ ഡ്രൈവറോ, എല്ലാവരും പോലീസ് ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറയാം. അപ്പോൾ ഈ കൊച്ചിൻ്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരുന്നു. കൊച്ചിന് നമ്മുടെ സെയിം ഏജിലുള്ള. അപ്പം അങ്ങനെ ആയിരുന്നു പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കറൻ്റ്ലി പുള്ളിക്കാരൻ സംബന്ധിച്ചിടത്തോളം ഓട്ടോ ഡ്രൈവർ ആയി. അതായത് പുള്ളി പറഞ്ഞ കാര്യം പുള്ളി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്, നൈസ്, അടിപൊളി. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഏറ്റവും നല്ല, ഇപ്പം
അടിപൊളി ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റൈൽ അല്ല ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം പുള്ളി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ലക്ഷറി എന്ന് പറയുന്ന അല്ല ലൈഫ് സ്റ്റൈൽ. അതായത് എനിക്ക് വേണ്ടത് ഞാൻ ചെയ്താൽ മതി. ഇപ്പം എനിക്ക് വേണ്ടത് വളരെ പോഷായിട്ടുള്ള വളരെ ഈ പറയുന്ന പോലെ ഹൈ എൻഡ് ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് ആണെങ്കിൽ ഓക്കെ, അതിനുവേണ്ടി ഞാൻ പോവാം. എനിക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അന്നത്തെ കാര്യം കഴിഞ്ഞു പോകാനുള്ളതാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ മതി. അതിൽ ഞാൻ ഐ ആം ദ വെൽത്തിയസ്റ്റ് പേഴ്സൺ അങ്ങനെ ചിന്തിക്കും. ഇപ്പം ട്രാവൽ നമ്മുടെ ചൈത്രനില്ലേ, ട്രാവൽ ലോഗ് വിത്ത് ചൈത്രൻ, ആള് ലൈക്ക് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ആ വിളിയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ആൾക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുടെ മോഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതാ, ആൾ ഇഷ്ടപ്പെടുന്നത് അതാ. അപ്പൊ ആള് ആ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ ആള് വെൽത്തിയാണ്. എനിക്കൊന്ന് പേഴ്സ്പെക്റ്റീവ്സ് ആണ് നമ്മള് പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെറിയ കുട്ടികളടക്കം ഇൻജെക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇത് തെറ്റാണ്, അത് നല്ലതല്ല. ഈവൻ ആക്ടർ ആവുക, റൈറ്റർ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമാടനോ അല്ലെങ്കിൽ എഴുത്തുകാരെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തീർന്നു, നീയൊന്നും ഈ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറയാം. ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ടീച്ചേഴ്സിനൊന്നും കുറ്റം പറയാറില്ല, അവരും പഠിച്ചു വന്ന കാര്യം. അതെ, എന്താ വെച്ചാൽ സിസ്റ്റം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം സെയിൽസിനെ എങ്ങനെ ആൾക്കാർ കാണുന്നത്, ഇന്നും നമ്മുടെ നാട്ടിൽ സെയിൽസിനെ കാണുന്നത് ഒരു മണിക്കും പോകേണ്ട ഒരു സ്ഥലം. സെയിൽസിലേക്ക് വരുന്ന ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കസാഖ് ബെൻസാലിയുടെ ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആള് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ ആള് ചോദിച്ചൊരു സാധനമുണ്ട്, സെയിൽസ് ഇഷ്ടപ്പെട്ട് വന്ന എത്ര പേരുണ്ട്. സെയിൽസിലേക്ക് വരുന്നത് 99% ആൾക്കാരും സെയിൽസിലേക്ക് വന്നു പോകുന്ന. ഇപ്പം ഞാൻ പേഴ്സണലി പറയുന്ന പോലെ ഓലയിലേക്ക് പോകണം എന്നുള്ള എൻ്റെ ഡിസിഷൻ ആയിരുന്നില്ല. ട്രേഡിങ് ചെയ്യുമ്പോൾ എനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യണം, അതിന് എന്തെങ്കിലും ഒരു പണി വേണം. നേരെ ഓലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പ്രോപ്പർലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഓലയിൽ പ്ലേസ്ഡ് ആയി. ലൈക്ക് സെയിൽസിലേക്ക് വരുന്ന വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ സെയിൽസിൽ എത്തിയപ്പോഴാണ്, അതും സെയിൽസിലെത്തി അത് കഴിഞ്ഞ് ഇപ്പം മില്യൺ ഡോട്ട്സിൻ്റെ ഒരു സെയിൽസ് ഡയമെൻഷൻ മനസ്സിലായപ്പോഴാണ് സെയിൽസ് ഹൈലി പ്രഷർ ഉള്ളൊരു ജോബാണ്, പക്ഷേ സെയിൽസിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാനും പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യത്തിൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലൈക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരിൽ ഇൻജെക്ട് ചെയ്ത് വെക്കാറുണ്ട് ഇത് തെറ്റാണ് ഇത് ശരിയാണ് എന്നുള്ളത്. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരാളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാലും വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ജോലികൾ മാത്രമാണ് ലൈഫിൽ ശരി എന്നാണ് എല്ലാവരും വിശ്വസിപ്പിക്കുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സെയിൽസ് എന്ന് പറയുന്നത്, സെയിൽസിന്റെ ലോകത്തിൽ ഏറ്റവും മോശമായ ഒരു സാധനം, ആർക്കും പറ്റാത്ത ഒരു സാധനമാണ് സെയിൽസ് എന്നാണ് പിക്ചർ ചെയ്ത് വെക്കുന്നത്. അതായത് ലൈക്ക് ഒരു പണിയും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പോകുന്നത്. അത് നമ്മളെ കസാഖ് ബെൻസാലിയുടെ ഇതിന്റെ ഈ പറയുന്ന സെഷനിൽ പോയപ്പോൾ നമ്മൾ കേട്ടൊരു സാധനം. പക്ഷേ 99% ആൾക്കാരും സെയിൽസിലേക്ക് വരുന്നത്, ഈവൻ ഞാനാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സെയിൽസിന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെ പോട്ടെ UG വരെ സെയിൽസ് ഏറ്റവും മോശം ഇൻഡസ്ട്രി. PG ചെയ്യുമ്പോൾ MBA ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതിന് വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കാനും വേണ്ടിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കാരണം, അതായത് നമ്മൾ എഡ്യൂക്കേഷൻ നമ്മളൊരു ലൈക്ക് ആഫ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ MBA കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് ഒരു കൂട്ടം EMIസുമായിട്ട്, അതായത് നമ്മളൊരു ലൈക്ക് നമ്മുടെ ലയബിലിറ്റീസുമായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ലൈക്ക് എഡ്യൂക്കേഷൻ ലോൺ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ലൈക്ക് ഒരു 7, 8, 10, 15 ലക്ഷം രൂപയായിട്ട് എഡ്യൂക്കേഷൻ ലോണ് കൊണ്ട് ജോലി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ. എനിക്ക് തോന്നുന്നു ആശിഷിന്റെ MBA സമയത്തുള്ള ഒരു കാര്യം, അതായത് 15 ലക്ഷം രൂപ എന്തായിരുന്നു. അതായത് MBA പ്ലാൻസ് ഞാൻ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച പലരും ഇന്ന് ജോലി ചെയ്യുന്നതിന്റെ കാരണം അതാണ്. ബിക്കോസ് അവർക്ക് ജോലി നിർത്താൻ പോലും പറ്റില്ല, വേറൊരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി ഇതിനേക്കാളും വലിയൊരു കാര്യമാണ് ഓവർസീസ് എഡ്യൂക്കേഷൻ. എത്ര ലക്ഷങ്ങളാണ് ആൾക്കാർ. അയ്യോ, എനിക്കറിയാം പേഴ്സണലി എൻ്റെ ലൈക്ക് ഫ്രണ്ട് സർക്കിളിൽ ഒരു 50 ലക്ഷം രൂപ വരെ, അതായത് 40 to 50 lakh rupees ആണ് എന്ത് ചെയ്യുന്നത് ഓവർസീസ് എഡ്യൂക്കേഷന് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് അത് സ്പെൻഡ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, ബെറ്റർ ലൈഫ് സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറത്ത് പോകണമെന്ന് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള മാർക്കറ്റാണ്. ഇവിടെ തന്നെ നമുക്ക് ഏൺ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ അത് സീസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ടോപ്പിക്ക് വളരെയധികം നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഒരു എന്താ കണ്ടംപററി ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട വളരെ കോൺട്രവേഴ്സീസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു എൻനോട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് നോട്ടീസ് ചെയ്ത് നമുക്കിത് ലൈക്ക് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എപ്പിസോഡിൽ നമുക്ക് എഡ്യൂക്കേഷനെ സംസാരിക്കാം. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലോട്ട് വരുന്ന കാര്യമില്ല. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു EMIസിന്റെ കാര്യം പറഞ്ഞില്ല. അതായത് ഒരു 17-20 ലക്ഷം രൂപ EMIs എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിൽ ഒരു 7-8 വർഷം പോരട്ടോ. അതായത് ഒരു 50,000 50,000 രൂപ ബേസിക് സാലറി വാങ്ങുന്ന 50,000 ബേസിക് വാങ്ങുന്ന ആളെ സംബന്ധിച്ചാലും 7-8 വർഷം, അതായത് അതൊരു 25,000 രൂപ. അതെ, അതായത് ഒരു 25,000 ആണെന്നുണ്ടെങ്കിൽ ഒരു 16 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്
നമ്മുടെ EMIസിന്റെ റീപേയ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതും എഡ്യൂക്കേഷൻ ലോണിന്റെ ബേസിൽ മാത്രം. അതിന്റെ കൂടെ ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് കാർഡ്സ് വരും, ബാക്കി ലയബിലിറ്റീസ് ഒരുപാട് പേർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് റൈറ്റ് ആണോ, നമ്മൾ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് പോലെ എന്താണ് കുറച്ചും കൂടെ നമ്മുടെ പെർസ്പെക്റ്റീവിൽ അസെറ്റ് ആവുന്നത്, എന്താണ് ലയബിലിറ്റി ആവുന്നത്. ഇപ്പം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വാക്കിനെ തന്നെ ലയബിലിറ്റീസിനെയാണ് ഇന്ന് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. അതായത് നമ്മുടെ CID മ്യൂസിയയില് നമ്മുടെ ലൈക്ക് അമ്മാവൻ കട, ഇതാ എന്റെ കടവും ബാധ്യതകളൊക്കെ നിരക്കുന്ന ഇതാണ് എല്ലാ പാരന്റ്സും ചെയ്യുന്ന. ലൈക്ക് അവരെ കുറ്റം പറയല്ല, ലൈക്ക് അവര് ആഫ്റ്റർ പോയിന്റ് മക്കൾക്ക് ഈ പറയുന്ന പോലെ എന്റെ ബാധ്യതകളും കടങ്ങളും തീർക്കാനുള്ളതാണ്, മോനെ അങ്ങ് തീർത്തോ എന്താ വെച്ചാൽ ചെയ്തു. പലരും അങ്ങനെ കുടുങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാതെ ചിന്തിക്കുന്ന പാരന്റ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ലയബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസിന്റെ പുറത്ത് അതിന്റെ മുകളിലാണ് നമ്മുടെ പേഴ്സണൽ EMIs വേറെ കിടക്കുന്നത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു 50,000 ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ചും 29,500 രൂപയും നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതലാണ്. കടം വാങ്ങിയിട്ടാണ് പലരും ജീവിക്കുന്നത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ലയബിലിറ്റി EMI എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കയ്യിലേക്ക് വരുന്ന സാലറി അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് മേ ബി എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഫെയിലിയർ ആണ്. ഇപ്പം ഒരിക്കലും അക്കാഡമിക്സ് കൊണ്ട് മാത്രം മുന്നിലേക്ക് പോകാൻ പറ്റില്ല. അക്കാഡമിക്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വേണം, സ്കില്ല് വേണം, മണി മാനേജ് ചെയ്യാൻ അറിയണം. ഓഫ് കോഴ്സ് ആയിട്ടും. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, 10 രൂപയാണെങ്കിൽ 10 രൂപ മാനേജ് ചെയ്യാൻ അറിയണം. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഒരു എൻനോട്ടിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ ഓവർസീസ് എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനേക്കാളും കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും നാൾ കണ്ടുവന്ന ഇപ്പൊ മാറ്റം വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മുടെ പെർസ്പെക്ടീവ്സിനെ സംസാരിക്കാം. ബാക്കിയുള്ളത് ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവുകളാണ്. നമുക്ക് നമ്മുടെ പ്രോപ്പർ നമ്മൾ പഠിച്ചു വന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു എൻനോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, ബൈ.